الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ബഹുമാനമുള്ള നേതാക്കളെ, ഉസ്താദുമാരെ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് വേദനയോടെയും അതേസമയം നമ്മുടെ ഒരു കടപ്പാട് നിർവഹണത്തിൻ്റെ ഭാഗവുമായിട്ടാണ്. നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട കല്ലാലങ്കൽ സൂപ്പി ഹാജി, അള്ളാഹു ആഖിറം വെളിച്ചമായി കൊടുക്കട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചക്ക് 1 മണിയുടെയും 1:15 ഇടയിൽ ഇരിങ്ങണ്ണൂർ ജുമാ മസ്ജിദിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, രണ്ടാമത്തെ ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഏതൊരു വിശ്വാസിയുടെയും വലിയ അഭിലാഷമായ വെള്ളിയാഴ്ച രാവോ പകലോ ഇഹലോകവാസം പുൽകാനുള്ള ഭാഗ്യം, അത് ആഗ്രഹം പോലെ തന്നെ അള്ളാഹു നിറവേറ്റിക്കൊടുത്തിരിക്കുകയാണ്. അതുപോലെ പരലോകം അള്ളാഹു വെളിച്ചമായി കൊടുക്കട്ടെ. നാട്ടുകാരായ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ വേണ്ടിയാണ്. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ നന്മകൾ നിങ്ങൾ പറയണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇവിടെ സേവനമനുഷ്ഠിച്ച കാലയളവ് 10 കൊല്ലം പൂർത്തിയായി. എന്നാൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ പരിചയമുണ്ട്. ഒന്ന്, നമ്മുടെ ഉസ്താദ് റാഷിദ് ബുഖാരി ഉസ്താദിൻ്റെ എളാപ്പയാണ്. അതിനു പുറമെ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ സിറാജുൽ ഹുദയിൽ പഠിക്കുമ്പോൾ ബുറുദയും മൗലൂദും സൂപ്പി ഹാജിയുടെ വീട്ടിൽ പല സന്ദർഭങ്ങളിലായി അവതരിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴുള്ള ആ കല്ലാലങ്കലിലെ വീടല്ല, അന്ന് ഒരു ഓടിട്ട ഗിൽസ് വെച്ച ഒരു പഴയ വീട്. അത് പിന്നീട് പല മാറ്റങ്ങളും വരുത്തി ഇപ്പോൾ ഉള്ള വീടായതാണ്. ആ വീട്ടിൽ തന്നെ മൗലിദിന് വേണ്ടി വന്നത് ഞാൻ ഓർമ്മിക്കുകയാണ്. അതിനു മുമ്പ് സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ +2 പഠിക്കുന്ന സന്ദർഭത്തിൽ പേരോട് ഉസ്താദ് പറഞ്ഞു, എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടണം, ഒരു പ്രധാനപ്പെട്ട അതിഥിക്ക് സ്വീകരണമുണ്ട്, ബഹ്റൈനിലുള്ള നമ്മുടെ അതിഥികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും പള്ളിയുടെ മുന്നിൽ വന്ന് വരിയായി നിന്ന് പള്ളിയിലേക്ക് സ്വീകരിച്ച് ഇരുത്തി ബഹ്റൈനിൽ നിന്നുള്ള പ്രതിനിധികളെ സിറാജുൽ ഹുദയിലേക്ക് സ്വീകരിച്ചു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അത് സൂപ്പി ഹാജിയുടെ നേതൃത്വത്തിൽ ബഹ്റൈനിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർ നാട്ടിൽ വന്നപ്പോൾ അവർ സിറാജുൽ ഹുദയിലേക്ക് വന്നതാണ്. ബഹ്റൈനിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് നമ്മുടെ കല്ലാച്ചേരി അബൂബക്കർക്ക എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയത്, അത് എല്ലാവരും വായിക്കണം എന്ന് ഞാൻ ഈ അനുസ്മരണ യോഗത്തിൽ പറയുകയാണ്. കാരണം അതിൽ സൂപ്പി ഹാജി ബഹ്റൈനിൽ നടത്തിയ പ്രവർത്തനങ്ങളെ വളരെ ഹൃദയസ്പർശിയായ രൂപത്തിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്.
നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുസ്മരണമായി പലരും ഫേസ്ബുക്കിൽ ബഹ്റൈനിലുള്ള CK വള്ളിയാട് എന്ന വ്യക്തി അദ്ദേഹം എഴുതിയ പോസ്റ്റ് ഞാൻ വായിച്ചു. അതുപോലെ മദ്രസയിലെ റേഞ്ചിലെ ഒരു ഉസ്താദ് ചെക്കിയാട് സിദ്ദീഖ് സഖാഫി എഴുതിയ ഒരു കുറിപ്പ് വായിച്ചു. അതുപോലെ നമ്മുടെ ഇവിടെ സേവനം ചെയ്ത ജലീൽ സഖാഫി മഞ്ഞനാടി അദ്ദേഹം എഴുതിയ പോസ്റ്റ് വായിച്ചു. ഇങ്ങനെ ഫേസ്ബുക്കിൽ നിരവധി ആളുകൾ സൂഫി ഹാജിയെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാനുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടുകാരായ നമ്മുടെ ഇരിങ്ങണ്ണൂർ മഹലിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട മൗലവി അവറുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ CK കുഞ്ഞബ്ദുള്ള ഹാജിക്ക, അതുപോലെ അബൂബക്കർ ഹാജിക്ക, നമ്മുടെ പ്രിയപ്പെട്ട രാജമാഷ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന അദ്ദേഹവും ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം സംബന്ധിച്ചിരിക്കുകയാണ്. ഹാരിസ് ഹാജിയും അതുപോലെ മൂസക്കയും സദസ്സിലും വേദിയിലുമുള്ള ഒരുപാട് ആളുകൾ ഈ അനുസ്മരണ സംഗമത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. പരിങ്ങത്തൂരിലാണ് സൂഫി ഹാജിയെ മറവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്നോട് പലരും എന്നോട് പലരും ചോദിച്ചു, പുറംനാട്ടുകാരായ ആളുകൾ എന്താ അധികം ആളുകളെയും എണവള്ളൂരിലാണല്ലോ മറവ് ചെയ്യുന്നത്. നമ്മുടെ റാഷിദ് ഉസ്താദിന്റെ മകൻ മുഹമ്മദ് സിനാനെ എണവള്ളൂരിലാണല്ലോ മറവ് ചെയ്തത്. സൂഫി ഹാജി എന്താണ് പരിങ്ങത്തൂരിൽ മറവ് ചെയ്യുന്നത്? അത് അവരുടെ മാതാപിതാക്കൾ അവിടെയുണ്ട്. അതുപോലെ മറ്റു പല കാരണങ്ങളും ഉണ്ട്. ഞാനതിൽ ഒരു പ്രത്യേകമായ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഇവിടെ വന്ന ഉടനെ സൂഫിക്ക് എനിക്ക് തന്നൊരു ഉപദേശം, നമ്മളൊരിക്കലും ജമാഅത്ത് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ആളുകളാണല്ലോ. ജമാഅത്ത് നിസ്കാരം അൽഹംദുലില്ലാഹ് ഇന്നും ദുആ നടന്ന് എത്രയോ നൂറുകണക്കിന് ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ജമാഅത്തിന് കൃത്യമായി പോകുന്ന ആളുകൾക്ക് ഇന്ന് ആർക്കും ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ബാങ്ക് കൊടുത്ത് 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ദുആ കഴിഞ്ഞ് ഇരിങ്ങണ്ണൂരിലെ ജമാഅത്തിന് ഒരുപാട് ആളുകൾ അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സൂഫി ഹാജി ഇവിടെ വന്നപ്പോ ജമാഅത്ത് ഒരു സന്ദർഭത്തിൽ എനിക്കിവിടെ ജമാഅത്ത് മിസ്സായി പോയപ്പോ എന്നോട് പറഞ്ഞു, അതിനൊരു ഐഡിയ ഉണ്ട്. ജമാഅത്ത് നിസ്കാരം കിട്ടാൻ ഞാൻ ചെയ്യുന്നൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്നെല്ലാം ജമാഅത്ത് കഴിഞ്ഞു പോയാൽ ഉടനെ സ്കൂട്ടിയുമായിട്ട് എന്ത് ചെയ്യും, പരിങ്ങത്തൂരിലേക്ക് പോകും. പരിങ്ങത്തൂരിൽ പോയാൽ അസർ ജമാഅത്താണെങ്കിൽ വൈകുന്നേരം 6 മണി വരെ പോയാലും ഒരു 3-4 ആളുകളെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി കിട്ടും. ഏത് വക്തിൽ പോയാലും ജമാഅത്ത് നിസ്കാരത്തിന് അവിടെ ആളെ കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ എവിടെയെങ്കിലും ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഇവിടെ നിന്ന് ജമാഅത്ത് കിട്ടിയില്ലെങ്കിൽ ഉടനെ ബൈക്കുമായിട്ട് പരിങ്ങത്തൂർ പോയാൽ മതി. എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നൊരു ഐഡിയ ആണ്. അത് ഞാൻ പലപ്പോഴും പ്രാക്ടിക്കൽ ആക്കിയിട്ടുണ്ട്. പരിങ്ങത്തൂർ പോയാൽ നമുക്ക് ഒരുപാട് ആളുകളെ ജമാഅത്തിന് വേണ്ടി ഏത് സന്ദർഭത്തിലും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മീയമായ ജീവിതത്തിൽ. ഇന്നിപ്പോ കച്ചേരിയിലുള്ള നമ്മുടെ സ്നേഹിതന്മാർ ഇന്ന് ദ്വാരക്കലിൽ വന്നപ്പോൾ പറഞ്ഞു, സുബഹി ജമാഅത്തിന് പലപ്പോഴും കച്ചേരി പള്ളിയിലാണ് ഉണ്ടാവുക. പുറമേരിയിൽ നിന്നും മറ്റുമൊക്കെ സിറാജ് പത്രത്തിന്റെ കെട്ടുമെടുത്ത് കച്ചേരി പള്ളിയിൽ ജമാഅത്തിനെത്തി തുരുത്തിയിൽ അവിടെ പുഴയുടെ അറ്റം മുതൽ ഇങ്ങോട്ട് പത്രവിതരണം. അത് ഏത് മഴത്തും വെയിലത്തും ഏത് കാലാവസ്ഥയിലും അത് മുടങ്ങാതെ, കാലിന് നീര് വന്ന് വല്ലാതെ പ്രയാസപ്പെട്ടപ്പോഴും ആ സന്ദർഭത്തിലെല്ലാം അദ്ദേഹം അത് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിക്കുന്ന കാര്യത്തിൽ വലിയ കണിശത പാലിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ദർസ് അൽഹംദുലില്ലാഹ് ഇവിടെ തുടങ്ങിയിട്ട് 10 കൊല്ലം പൂർത്തിയായി. 2015 മെയ് 15-നാണ് നമ്മൾ ദർസ് ആരംഭിച്ചത്. ആ ദർസ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ 10 കൊല്ലം പൂർത്തിയായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പരിശ്രമം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. രാവിലെ പത്രം ഇടാൻ പോകുമ്പോൾ ആ പത്രം ഇടുന്ന വീട്ടിൽ നിന്ന് ഒരാളെ കണ്ടാൽ, നമുക്ക് പരിചയമുള്ള അദ്ദേഹത്തിന്റെ ബന്ധമുള്ള ഒരാളെ കണ്ടാൽ, ഗൾഫിൽ നിന്ന് വന്ന ആളാണെങ്കിൽ അദ്ദേഹം നാട്ടിലെത്തി എന്ന് മനസ്സിലാക്കിയാൽ വീണ്ടും ഒരു 10 മണിക്ക് ഒരു 11 മണിക്ക്
മണിക്ക് മദ്രസ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അവിടെ പോയി പറയും, ഒരു ദിവസത്തെ ചെലവ് ഭക്ഷണത്തിന്റെ പൈസ മുത്താലിമീങ്ങളെ ചെലവ് നിങ്ങൾ തരണം. എന്നോട് സൂഫിക്ക് പറഞ്ഞു 5000 രൂപ നമുക്ക് ഒരു ദിവസത്തെ ചെലവിന്റെ പൈസയായിട്ട് വാങ്ങണം, അന്ന് 10 കൊല്ലം മുമ്പ്. അങ്ങനെ ഓരോ വീടുകളിലും അദ്ദേഹം ഒരുപാട് സംഖ്യ ഇവിടെ നമ്മുടെ ദർസ് ഒരു മാസം മുന്നോട്ട് പോകണമെങ്കിൽ 1,60,000 രൂപ നമുക്കിപ്പോൾ ചുരുങ്ങിയത് വേണം, കുട്ടികളുടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അൽഹംദുലില്ലാ, അതെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് പ്രചോദനം നൽകിയതും ഇന്ന് വരെ കടമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങൾ കാണിച്ചു തന്നതും പല ആളുകളുമായി എന്നെ ബന്ധപ്പെടുത്തി തന്നതും കച്ചേരിയിലും തോട്ടോളിയിലും അതുപോലെ വെള്ളൂരിലും എണവള്ളൂരിലും അങ്ങനെ തൂണേരിയിലും നമ്മുടെ ഈ തൂണേരി എടച്ചേരി ഗ്രാമപഞ്ചായത്തിലുള്ള പല ആളുകളുമായി എനിക്ക് ബന്ധം സ്ഥാപിക്കാൻ കാരണമായത് സൂഫി ഹാജിക്ക പല സ്ഥലത്തും ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ചിലപ്പോൾ ഓരോ സൈക്കിളിന്റെ ബേക്കിൽ പോകും ഞാൻ, അല്ലെങ്കിൽ എൻ്റെ കാറിൽ ഓർ വരും. അങ്ങനെ പല ആളുകളുടെ അടുത്തും പല സ്ഥലങ്ങളിലും കൂട്ടിക്കൊണ്ടുപോയി പല മരിച്ച വീടുകളിലും അദ്ദേഹം കൂടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ദുആ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ആളുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് മാതൃകയാക്കാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രയും ഓരോ കാര്യങ്ങൾ വളരെ കണ്ണിങ്ങായി മനസ്സിലാക്കിയിട്ട് തൻ്റെ ആരോഗ്യസ്ഥിതിയാണെങ്കിൽ വളരെ മോശമായ അവസ്ഥയിലാണെങ്കിൽ പോലും അത് വകവെക്കാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടി ഇപ്പൊ ഇവിടെ നമ്മൾ പല ചർച്ചകൾ നടക്കുമ്പോൾ ഇവിടെ പനാർത്തായ നടക്കുന്ന പരിപാടി, ഇവിടെ മദ്രസയിലെ പരിപാടി, മദ്രസയുടെ കാര്യം നിങ്ങൾ നോക്കണ്ട, അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളുന്നു. അവിടെ എന്തെങ്കിലും ചർച്ചകൾ നടക്കുമ്പോൾ ഇവിടെ ദർസ് സംബന്ധമായ എന്താ കാര്യം പറയും, അത് നിങ്ങൾ നോക്കണ്ട, ദർസിന്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കൊള്ളുന്നത്. അപ്പോൾ അത് അദ്ദേഹം ഇങ്ങനെ ഏറ്റെടുത്ത് നടത്തുകയാണ്. അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് കൃത്യമായി നിർവഹിക്കാൻ എങ്ങനെ കഴിയും? റൈസ് മാഷ് ഇങ്ങ് വരും, CK എങ്ങനെ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന ആലോചനയിലാണ് അദ്ദേഹം ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പല കാര്യങ്ങളും പറയാനുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നേതാക്കൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ കൂടുതൽ ഇരുത്തി അവരുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് കൂടുതൽ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നതും അത് നമുക്ക് സമയമുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും സൂഫി ഹാജി അനുസ്മരിക്കാൻ വേണ്ടി നമ്മൾ നാട്ടുകാരിവിടെ ഒത്തുചേർന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അവരുടെ അനുഭവങ്ങൾ, അദ്ദേഹവുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് വളരെ മനോഹരമായ ഈ സായാഹ്നത്തിൽ, ഈ സുന്ദരമായ സദസ്സിൽ നമുക്ക് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ഹാരിസ് ഹാജിയെ അദ്ദേഹം അനുസ്മരിക്കുകയും അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനമുള്ള ഉസ്താദുമാർ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുനിയിലെ രാജൻ മാഷ്, അതുപോലെ ഇരിങ്ങണ്ണൂർ ജുമാഅത്ത് പള്ളിയുടെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ക, അതുപോലെ കുഞ്ഞോളാജി തുടങ്ങി ഹുസൈനിക്ക, ഔവക്കറാജി, മൂസക്ക, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സൂഫി ഖാൻ്റെ അനുസ്മരണ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതകാലത്ത് ചെയ്ത എല്ലാ ഹസനാത്തുകൾ എന്ന് പറയുമ്പോൾ എല്ലാം നല്ലത് മാത്രമേ സൂഫിക ചെയ്തിട്ടുള്ളൂ. ഒരാളോടും ഒരു വെറുപ്പില്ലാതെ നിഷ്കളങ്കമായ മനസ്സായിരുന്നു സൂഫി ഖാൻ്റെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെയും ഖബറിൽ അല്ലാഹു തആല അതിൻ്റെ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മെയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സൂഫിക നമ്മളോട് വിട പറഞ്ഞു പോയി. ഇനി നമുക്കും ഒരു യാത്ര പോകാനുണ്ട്, ആരുമില്ലാത്ത ഒരു യാത്ര.
നമ്മുടെ കൂടെ സൂഫീക്ക ഒരുപാട് കാലം പ്രവർത്തിച്ചതാണ്. പക്ഷേ സൂഫീക്കയുടെ മരണം കഴിഞ്ഞു. സൂഫീക്ക വളരെ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് യാത്ര പോയത്. അതുപോലെ നമുക്കും നമ്മുടെ കൂടെ ഖബർ വരെ ഇതുപോലെ നമ്മൾ അനുഭവിച്ച, നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യമാണ് സൂഫീക്കയുടെ. ഇന്നത്തെ സദസ്സനെ നോക്കിയാൽ ദുആയിൽ ഒരുപാട് ആളുകൾ സയ്യിദാത്തുകളും അതുപോലെ ആലിമീങ്ങളും പണ്ഡിതന്മാരും ഒരുപാട് മോമിനീങ്ങളും ഒരുമിച്ച് കൂടി ബഹുമാനപ്പെട്ട അലി വാഫയ്ക്ക് തങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഓരോരുത്തരും കണ്ണ് നിറഞ്ഞ ഒരു രംഗം നമ്മൾ കണ്ടു. അതെല്ലാം സൂഫീക്കയുടെ ആ സ്നേഹമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഇരു ലോകത്തും വിജയിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എനിക്ക് ഓർമ്മയുണ്ട്, സംഘടനാ രംഗത്ത് സൂഫീക്ക ബഹ്റൈനിൽ നിന്ന് വന്നാൽ ഞങ്ങളെല്ലാം അന്ന് ചെറുതാണ്. എല്ലാ ഉപദേശവും നിർദ്ദേശവും ചെയ്തു തരും. എങ്ങനെ എന്തെല്ലാം പരിപാടി, എന്ത് പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും സൂഫീക്കയാണ് നേതൃത്വം നൽകൽ. സൂഫീക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയൂല. അത്രയും ഒരു വലിയ മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സൂഫീക്ക. നമുക്കും സൂഫീക്കനെ കണ്ടുപഠിക്കാൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരു ജമാഅത്ത് കളാക്കിയത് ഞാൻ കണ്ടിട്ടില്ല. ജമാഅത്തിന് കൂടാതെ ഒരു നിസ്കാരവും സൂഫീഖാൻ്റെ ജീവിതത്തിൽ ഇല്ല തന്നെയാണ് പറയാൻ കഴിയും. അതുപോലെ മഗ്‌രിബിന് ശേഷം ഞാനും കുറച്ച് ആളുകളും കടവത്തൂർ ഒരു പിരിവിന് വേണ്ടി പോയപ്പോൾ സൂഫീഖ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ കുറേ കഴിഞ്ഞു. അപ്പോൾ അവ്വാബിൽ എന്ന നിസ്കാരം ഈ മഗ്‌രിബിൻ്റെ ശേഷമുള്ള 8 റക്അത്ത് നിസ്കരിക്കും. അതുവരെ കാത്തു നിന്നു. അപ്പോൾ ഇബാദത്തിൻ്റെ കാര്യത്തിൽ പോലും അതിന് ആൾ കൂടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർ കാക്കുമല്ലോ എന്നൊന്നും ചിന്തിക്കാതെ ഇബാദത്ത് കറക്റ്റായി ചെയ്യുന്ന, ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തിത്വമാണ് സൂഫീഖ. അതിൻ്റെ ദർജയെല്ലാം അല്ലാഹു തആല ഖബറിൽ കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ജീവിതം സൂഫീഖാനെ കണ്ട് നമുക്ക് പഠിക്കാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇനിയുള്ള ജീവിതങ്ങൾ നമുക്ക് ദീനിന് വേണ്ടി അതുപോലെ നല്ലത് പ്രവർത്തിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു 11 വെള്ളിയാഴ്ച ഒരു 11:50 മുഹമ്മദ് കൂടെയുണ്ട്. താഴെ കല്ലാച്ചിരി മുഹമ്മദും ഞാനും സൂഫീഖാനെ കാണാൻ പോയി. ആ സമയത്ത് ഒരു 11:50 സൂഫീഖ പെട്ടെന്ന് കണ്ണ് തുറന്ന് 2 ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ മുഹമ്മദും ഞാനും പിന്നെ സൂഫീഖ എന്ന് വിളിച്ചു. അപ്പം ഞങ്ങളെ നല്ല നോക്കി, പിന്നെ അങ്ങ് കണ്ണടച്ചു. അപ്പം ഞാൻ ചിന്തിച്ചു പോവുക, നമ്മളെ ഒരുപാട് മൃഗത്തെ നമ്മൾ അറക്കലുണ്ട്. ഇപ്പോൾ ഉദ്ഹിയത്ത് അറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആട്ടിനെ പിടിച്ച് അറക്കുന്ന സമയത്ത് അറുത്ത് കഴിഞ്ഞാൽ അത് പടക്കും, അതിൻ്റെ മരണത്തോട് മല്ലടിക്കുകയാണ്. അതേസമയത്ത് ഇന്ന് വരെ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഒരു കാലടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ചുമരനടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു കടന്ന വിരിപ്പെടുത്ത് ചാടുന്നതോ അല്ലെങ്കിൽ എറിയുന്നതോ രൂപം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മനുഷ്യന്മാരുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഒരുപാട് മലക്കുകൾ വന്ന് ബന്ദ് ചെയ്യുകയാണ് മനുഷ്യരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം എന്ന് പറയുന്നത് അതൊരു സംഭവം തന്നെയാണ്. മരണം എന്ന് പറഞ്ഞാൽ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റൂഹ് പിടിക്കുമ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമ്മളെ ഫുള്ള് ബന്ദ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കാലും കൈയും അനക്കാത്തതും കാലും കൈയും ഇളകാത്തതും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് സമ്മതം ചോദിക്കുകയും അല്ലാഹു തന്ന കാലം ആയുസ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തങ്ങൾ എന്താണോ പറയുന്നത് ഇത് ഇനിയും നീട്ടണമെങ്കിൽ നീട്ടാം, തങ്ങൾ പറയും പോലെ ചെയ്യാമെന്ന് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ് പിടിക്കാൻ വേണ്ടി സമ്മതിക്കുകയും, ഞാൻ ചരിത്രം പറയുകയല്ല, പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. മരണത്തെ എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാകണം. സൂഫീഖാൻ്റെ സദസ്സ് ആത്മീയമായി നമ്മുടെ കൽബിലേക്ക് വരണം. അതാണ് സൂഫീഖ. അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുന്ന സമയത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ വെച്ച് ഞാൻ ഏറ്റവും വളരെ സമാധാനത്തിൽ റൂഹ് പിടിച്ചത് അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹാണ്. വെണ്ണയിൽ നിന്ന് മുടി എങ്ങനെയാണോ നീങ്ങുന്നത് അതുപോലെയാണ് ഞാൻ പിടിച്ചെടുത്തത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എല്ലാ അസ്റായിലെ ഇത്രയും വലിയ വേദന റൂഹ് പിടിക്കുമ്പോഴുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, അല്ലാഹുവിൻ്റെ റസൂലായവരെ, തങ്ങളെ റൂഹ് വളരെ മെല്ലെയാണ് പിടിക്കുന്നത്. ഇങ്ങനെയല്ല റൂഹ് പിടിക്കുന്നത് മറ്റുള്ളവരുടെ അമ്പിയാക്കളെ റൂഹ് പിടിക്കുമ്പോൾ അത് വളരെ സമാധാനമായിട്ടാണ് ഞാൻ പിടിക്കാറുള്ളത് എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മത്തീങ്ങളെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെയല്ല പിടിക്കുക, വളരെ ശക്തമായിട്ട് തന്നെയാണ് പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാ ഉമ്മത്തീങ്ങളെയും റൂഹിൻ്റെ വേദന അസ്റായിലെ എനിക്ക് തരൂ എന്ന് പറഞ്ഞ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് എപ്പോഴും ആ സ്വലാത്തിലേക്ക് പങ്കെടുക്കാനും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് നമ്മുടെ സ്വലാത്ത് ഈ പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട്, അതുപോലെ ബുർദ നടക്കുന്നുണ്ട്, അതിനെല്ലാം നമ്മൾ പങ്കെടുക്കുകയും ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ കഴിഞ്ഞു പോകും. 3 കഷ്ണം തുണിയുമായി സുഫീക യാത്ര പോയതുപോലെ നമ്മളും പോകേണ്ട ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടി നാം എപ്പോഴും തയ്യാറാകുകയും അതിനുവേണ്ടി നാം പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് പൂർണ്ണമായും അല്ലാഹു തആല കബൂൽ ചെയ്യപ്പെടുന്ന സദസ്സാക്കി തിരുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പ്രാർത്ഥനയും ഇവിടെയുള്ള ഈ ഒരുമിച്ച് കൂടെല്ലാം ഖബറിൽ വലിയ വിശാലതയായി അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ദർജ അല്ലാഹു സുബ്ഹാനഹു വ തആല ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഖബർ സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്ന ഖബറിടമാക്കി അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ യോഗത്തിൽ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ രാജൻ മാഷ അവറുകളെ ക്ഷണിക്കുന്നു ആദരപൂർവ്വം. ഉസ്താദ് അധ്യക്ഷൻ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ സായാഹ്നത്തിൽ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സൂഫി ഹാജിക്ക നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നമ്മോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും തൻ്റെ ആദർശങ്ങളും ആശയങ്ങളും ഈ സമൂഹത്തിന് വേണ്ടി നിരന്തരം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാനായ വ്യക്തി തന്നെയായിരുന്നു നമ്മുടെ സൂഫിക്ക. ഹാജിക്കയുടെ പ്രവർത്തനങ്ങളായിരുന്നു ഹാജിക്കയുടെ മാതൃക. ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാം. പക്ഷെ അതിനിടയിൽ ആത്മാർത്ഥമായി തൻ്റെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിന് വേണ്ടി താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് പൂർണ്ണമായി മറ്റൊരുടെ ഒരു സമ്മർദ്ദമൊന്നും ഇല്ലാതെ സ്വമേധയാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് തൻ്റെ കർത്തവ്യമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരു മഹാൻ തന്നെയായിരുന്നു. നമ്മുടെ പ്രാദേശികമായിട്ട് പ്രവർത്തിച്ചൊരു ഒരു മനുഷ്യനായിരുന്നു സൂഫി ഹാജിക്ക എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സദസ്സ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മാതൃകകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം. നമ്മൾ ഒരു ആളെ അനുസ്മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ ആളുകളെയും അനുസ്മരിക്കുന്നില്ല. നമ്മൾ അനുസ്മരിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ആളുകളെയാണ്. അങ്ങനെ വിശേഷപ്പെട്ട ആളുകളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ആ അനുസ്മരണം എന്തിനുള്ളതായിരിക്കണം? അദ്ദേഹത്തിൻ്റെ മാതൃകകളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടുവരാനും അത് നമ്മുടെ ജീവിത മാതൃകയാക്കി മാറ്റാനും ഉള്ള ശ്രമത്തിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചടങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു, അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ പ്രവർത്തനം. അദ്ദേഹം പറയുകയായിരുന്നില്ല, അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ള. അതുകൊണ്ടാണ് ഇന്ന് വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും ഈ പള്ളിയിലേക്കും ഈ പരിസരത്തേക്കും അദ്ദേഹത്തെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഞാൻ. അദ്ദേഹത്തെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഞങ്ങൾ പണ്ട് ട്യൂഷൻ സെൻ്ററൊക്കെ നടത്തുന്ന കാലത്ത് കുഞ്ഞുങ്ങളുടെ വീടുകളിലൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു.
അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വീടുകളിൽ, എല്ലാ വീടുകളിലും ഞങ്ങളുടെ ഒരു ജോലി തന്നെ, കുഞ്ഞുങ്ങളെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്യൂഷൻ സെൻറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അന്നൊക്കെ അദ്ദേഹം എനിക്കറിയാം ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തെയൊക്കെ വളരെ സ്നേഹത്തോടെയും ഒക്കെയാണ് അദ്ദേഹം നോക്കിക്കണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാതൃക ഉള്ള ഒരാളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ള ഒരു അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖമൊക്കെ ഉണ്ടാകാം. അങ്ങനെ ദുഃഖം ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഈ ഒരു ദിനം നമ്മളെല്ലാം ഓർമ്മിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ആ ഒരു മഹത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖം നാം മറന്നുപോകുന്നു. അങ്ങനെ നമ്മളത് മാതൃകയാക്കി അദ്ദേഹത്തിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നു എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ ഹാരിസ് ഹാജി, പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ്, മറ്റു വേദിയിലുള്ള കുഞ്ഞബ്ദുല്ല ഹാജി, അബൂബക്കർ ഹാജി, ഹുസൈൻ ഹാജി, മൂസക്ക അടക്കം വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനികളെ, പ്രിയപ്പെട്ട എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയ ഈ പരിപാടി, ഈ അനുസ്മരണ യോഗം ബഹുമാനപ്പെട്ട സൂപ്പിക്ക നമ്മോട് ഇവിടെ പറഞ്ഞു. സൂപ്പിക്കയെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. സൂപ്പിക്കയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെ പറ്റിയും പ്രവർത്തന രീതിയെ പറ്റിയും എല്ലാം വിശദമായി ഇവിടെ സാധാവറുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം, നമ്മുടെ സമ്പത്തും എന്തിനാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് ഇൽമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാവണം. നമ്മുടെ സമയമാവട്ടെ, നമ്മുടെ സമ്പത്താവട്ടെ, എന്തായാലും. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി ഇരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്രേ, നിങ്ങൾ അടുത്ത സമയത്ത് മരണപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഈ സഹാബി റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, ഞാൻ എന്താണ് ഈ ബാക്കിയുള്ള സമയം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നീ പോയിട്ട് കുറേ നമസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ നിൻ്റെ അടുത്തുള്ള പൈസ സമ്പാദ്യം അത് സദക്ക ചെയ്യണമെന്നോ ഒന്നല്ല പറഞ്ഞത്, നീ ഇൽമിൻ്റെ സദസ്സിൽ പോയിരിക്കാൻ ആ സമയം ചെലവഴിക്കണമെന്നാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് ഇൽമ്. ഈ ഒരു ഇൽമുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു സൂപ്പിക്കയുടെ പ്രവർത്തനം ആദ്യം മുതൽക്കേ. ഇവിടെ സൂചിപ്പിച്ചു, ബഹ്റൈനിലുള്ള കുറേ ആളുകൾ സിറാജുൽ ഹുദയിൽ വന്ന് അവിടെ സ്വീകരണം കൊടുത്ത കാര്യങ്ങളും, ബഹ്റൈനിലുള്ള ആളുകൾ ഇവിടെ സൂപ്പിക്കയുടെ വീട്ടിൽ വന്ന് ഇന്ന് അവിടുത്തെ പ്രഭാഷണത്തിലെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ നിന്ന് നടന്ന കാര്യങ്ങളും അതെല്ലാം സൂപ്പിക്ക ബഹ്റൈനിൽ ജോലി ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി സമയവും കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ദീനിനു വേണ്ടി, ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിലുള്ള അതിൻ്റെ ഭാഗമായി വന്ന സുഹൃത്ത് വലയങ്ങളാണ്. എന്നാൽ സൂപ്പിക്ക ബഹ്റൈനിൽ പോകുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് ദുബൈയിൽ ഉണ്ടായിരുന്നു. ഞാൻ ദുബൈയിലുള്ള സമയത്ത് സൂപ്പിക്ക ഏതോ ഒരു കമ്പനിയിലാണ് സൂപ്പിക്കാക്ക് ജോലി. വെള്ളിയാഴ്ച ലീവാ. അപ്പോൾ ഞാൻ ദുബൈയിൽ പോയവർക്കെല്ലാം അറിയാം, ദേരയിൽ ഇവിടെ ആരൊക്കെ ദുബൈ പോയെന്ന് എനിക്കറിയില്ല. ദേരയിൽ സബക്കെ തന്നെയായിരുന്നു ഞാൻ താമസിക്കുന്നത്, നാളെ ബജാറിൽ തന്നെ. അപ്പോൾ സൂപ്പിക്ക് എല്ലാ വ്യാഴ്ചയും എൻ്റെ അടുത്ത് വരും റൂമിൽ, അവിടെ താമസിക്കാം സമയത്ത്. അപ്പോൾ അവിടെ താമസിച്ചിട്ട് പിന്നെ വെള്ളിയാഴ്ച എണീച്ചിട്ട് മൂപ്പര് ചെയ്യുന്ന നിൽക്കാമെങ്കിൽ നമ്മുടെ മദ്രസക്ക് വേണ്ടിയിട്ട് പല ആളുകളെയും കാണുക, അതിൻ്റെ കളക്ഷൻ എടുക്കുക. എന്നിട്ട് മദ്രസക്ക് വേണ്ടി ഓരോ മാസവും പൈസ കറക്റ്റായിട്ട് ഇരിങ്ങണ്ണൂർ മദ്രസക്ക് വേണ്ടി സൂപ്പിക്കാൻ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അത്രയും സൂക്ഷ്മമായി തൻ്റെ സമയം ദീനുമായി ബന്ധപ്പെട്ട് ചിലവഴിക്കാൻ സൂപ്പിക്ക ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നല്ല മനസ്സിലാകുന്നത്. ഇത് ബഹ്റൈനിൽ പോകുന്നതിൻ്റെ കുറേ മുമ്പാണ്. അങ്ങനെ ഞാൻ ചില സമയത്തൊക്കെ ദുബൈയിൽ നിന്ന് നാട്ടിൽ വന്നാലും സൂപ്പിക്ക നാട്ടിലുണ്ടെങ്കിൽ മദ്രസയ്ക്കും പള്ളിക്കും വേണ്ടിയിട്ടില്ല പല പിരിവിനും എന്നെ കൂട്ടി കടവത്തൂർ അവിടെ ഇവിടെ എല്ലാം സൂപ്പിക്ക പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ട് പല സ്ഥലത്തും. അങ്ങനെ പൈസ കൊണ്ടുവരികയും മദ്രസക്കും പള്ളിക്കെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
നിർഭാഗ്യമെന്ന് പറയട്ടെ, അതിനിടയിലാണ് നമ്മുടെ സംഘടനയിൽ പിളർപ്പുണ്ടാകുന്നത്. ആ ഒരു സമയത്ത് സൂപ്പിക്ക് ഒരു ചേരിയിലും ഞാൻ മറ്റൊരു ചേരിയിലും പ്രവർത്തിച്ചതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തന പാത ചെറിയൊരു മാറ്റം വന്നു എന്നല്ലാതെ സൂപ്പിക്കായിട്ടുള്ള ബന്ധം സൂപ്പിക്ക ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും മരിക്കുന്നത് വരെ അത് നിലനിർത്തി പോന്നിട്ടുണ്ട്. സൂപ്പിക്കായുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോവാറുണ്ടായിരുന്നു. അവിടെ ചെന്നാൽ സൂപ്പിക്ക ഒന്നുമില്ല, ഓർമ്മൊന്നുമില്ല, പിന്നെ ഒന്നും മിണ്ടതൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ പോയിട്ടൊന്ന് വിളിച്ചാൽ ബാങ്ക് കണ്ടു പറഞ്ഞിട്ട് മൗലവിയല്ലേ എന്ന് ചോദിക്കുന്ന അനുഭവം എത്രയോ ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് വീട്ടുകാർ വരെ പറഞ്ഞിട്ടുണ്ട്. അത്രക്കൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഖബറിൽ അതൊരു നേരം പോക്കാക്കി മാറ്റുകയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അദ്ദേഹത്തെയും നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, സദസ്സിലുള്ള നാട്ടുകാരെ, മുഅല്ലിമീങ്ങളെ, നമ്മളിവിടെ ഈ സായം സന്ധ്യയിൽ ബഹുമാനപ്പെട്ട സൂപ്പി ഹാജി, എൻ്റെ ജ്യേഷ്ഠൻ തന്നെ, അദ്ദേഹത്തെ പറ്റി അനുസ്മരിക്കുമ്പോൾ ഒരു കാലഘട്ടം ഇവിടെ അവസാനിച്ചു പോയി എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു പുഞ്ചിരി ആരോടെങ്കിലും എപ്പോഴെങ്കിലും ശബ്ദമുയർത്തി സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ സമയത്തും നന്മയുടെ നല്ലത് മാത്രം. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്ത് ഒരു കാലഘട്ടം, എൻ്റെ വീട്ടിലും ഞങ്ങൾ ഒരുപാട് അടുത്ത കുടുംബങ്ങളാണ്. ഞങ്ങൾ കഴിഞ്ഞു പോയ കാലത്തെപ്പറ്റി ഞാൻ ഒരുപാട് ഓർമ്മിക്കുകയാണ്. അദ്ദേഹം ചെയ്ത ഈ ഇരിങ്ങണ്ണൂരിന്, ഈ മർക്കസ് ഹുദായിലും അതുപോലെ തന്നെ ഇരിങ്ങണ്ണൂർ പള്ളി മദ്രസ, ഇരിങ്ങണ്ണൂർ മദ്രസ് പള്ളി എടുക്കുന്ന അവസരത്തിലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവിടെ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ നന്മകൾ കൊണ്ടാണ് ഇരിങ്ങണ്ണൂരിൻ്റെ രാത്രി 10 മണി കഴിഞ്ഞാൽ ആരെങ്കിലും മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടാവുമോ എന്ന് ആശങ്ക ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ താഴത്തെ നിലയിലും അതിൻ്റെ മേലെയും നിൽക്കാൻ കൊള്ളാതെ പിന്നൊരു പള്ളി നിറഞ്ഞ ഒരു മയ്യത്ത് നിസ്കാരമാണ് ഈ അടുത്ത കാലത്തായിട്ട് ഇത്രയും ആളുകളെ അഭിമുഖീകരിച്ചത് ഞാൻ കണ്ടത്. അദ്ദേഹം ഈ ഇരിങ്ങണ്ണൂരിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ ഒരുപക്ഷെ നമുക്കൊന്നും അതിനൊരു വില ഉണ്ടാവില്ല. ഇരിങ്ങണ്ണൂരിൻ്റെ ഓരോ മണൽത്തരികളും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ നന്മകൾ എല്ലാവരും കണ്ടതാണ്. അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നാളെ മൈസറ മൻസബയിൽ കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ വരുന്ന 2-3 ദിവസം ഞാൻ ഇന്ന് റൈസ് മാഷോട് പറഞ്ഞത്, ഈ ആളും ഈ പരിവാരങ്ങളും എല്ലാം ഇപ്പോൾ അവസാനിച്ചു പോകും. വീട്ടിൽ നിന്ന് എല്ലാവരും ഒന്ന് പോകും. പക്ഷേ നമ്മളുടെ വിളക്ക് കെട്ടുപോയി. ഈ വിളക്ക് ഇനി കത്തുന്നില്ല. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞിട്ടെന്താണ്, ഇതേപോലൊരു സംഭവം, ഇതേപോലൊരു പ്രതിഭാശാലി, ഇതേപോലൊരു മഹാനായ മനുഷ്യനെ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പായി കൊടുക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു ദിവസം, ഈ ഒരു സമയം, ഈ ഒരാഴ്ചയോ ഈ ഒരു മാസമോ അല്ല, ഒരുപക്ഷെ 40 വരെ എല്ലാവരും പ്രാർത്ഥിക്കുകയോ ഓതുകയൊക്കെ ചെയ്യും. പക്ഷേ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ പരിപാടിക്ക് ഈ
ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ഗ്രന്ഥങ്ങളിലും കിതാബുകളിലൊക്കെ കാണാറുണ്ട്, വലിയ ഇമാമുകൾ അവരുടെ പിതാവ് തന്നെയായ ഇമാമുമാരെ ഓർമ്മിക്കുകയും അനുസ്മരിക്കുകയും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ഒക്കെ ചെയ്തത്. ഇവിടെ റയീസ് മാഷി ഇൻഷാ അല്ലാഹ് സൂഫിഖാനെ അനുസ്മരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിദീൻ ബിറല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഫസൽ ഉസ്താദ് മൗലവി, ബഹുമാനപ്പെട്ട ഹുസൈൻക, എൻ്റെ പ്രിയപ്പെട്ട അളാപ്പ, മുത്താപ്പ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഹുസൈൻക്ക് പറഞ്ഞൊരു വാക്ക് എന്നെ കരയിപ്പിച്ചു. ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് വന്ന ഒരുപാട് പേര് എന്നോട് സംസാരിച്ചു. അവരൊക്കെ പറയുമ്പോൾ സമയത്ത് കണ്ണിന്ന് കണ്ണുനീര് വരാതെ ഒരു വാക്ക് പോലും അവർക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഉപ്പയുടെ മഹത്വം നിങ്ങളോട് പറയാൻ വേണ്ടി പറയുകയല്ല, പക്ഷേ ആ ഉപ്പയുടെ മഹത്വം അവർ പറയുന്നത് നിങ്ങളോട് പറയാലോ. ആ അർത്ഥത്തിൽ അവർ പറഞ്ഞ വാചകങ്ങൾ കേൾക്കുമ്പോൾ കണ്ണും മനസ്സും നിറഞ്ഞു പോകുമെങ്കിലും ജീവിതത്തിൽ ഞങ്ങൾക്കിതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സന്തോഷം, അതാ ദുഃഖം വല്ലാതെ മനസ്സിനെ അലട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പറയുമ്പോൾ ബഹ്റൈനിൽ ഉപ്പയുടെ ജീവിതത്തിന്റെ യുവത്വകാലം മുഴുവനും ബഹ്റൈനിലും ദുബൈയിലുമാണ് ഉപ്പ ജീവിച്ചത്. നേരത്തെ മൗലവി പറഞ്ഞു ദുബൈയിലുള്ള സമയത്ത് മദ്രസയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത്. മരിച്ചുപോയ ബഹുമാനപ്പെട്ട PK അഷ്റഫിന്റെ ഉപ്പ സൂപ്പിക്ക, ഞാൻ ചെറുതാണ്, എപ്പോഴും എന്നെ കാണുമ്പോൾ ഒക്കെ പറയും, അദ്ദേഹം അന്നേരം മദ്രസന്റെ സെക്രട്ടറി ആയിരുന്നു, എന്നോട് പറയും, ഞാനല്ല മോനെ സെക്രട്ടറി ആവേണ്ട, ശരിക്കും എൻ്റെ ഉപ്പയാ എന്ന് എപ്പം പറയും എന്നോട്. ഇപ്പൊ ഗൾഫിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ സെക്രട്ടറി ആയത് എന്ന് പറയുമായിരുന്നു എന്നോട്. ഇപ്പൊ ചെറുതായത് സമയത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്കത് വേണ്ടത്ര ഉൾക്കൊള്ളുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോ മൗലവി പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പൊരുൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇന്നലെ, നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, നീണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ, ഒരു 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു, എന്നെ പരിചയപ്പെട്ടു, എന്നോട് ചോദിച്ചു, നിങ്ങൾ ഉപ്പയാണല്ലോ സുപ്പിയാജി? അതെ, എനിക്കൊരു അനുഭവമുണ്ട് ഉപ്പാന്റെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതും ഉപ്പാനോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറുപ്പക്കാരൻ, മുടവന്തിലുള്ള ചെറുപ്പക്കാരനെ, എനിക്ക് പരിചയമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, സുപ്രഭാതം പത്രവും സിറാജ് പത്രവും നിങ്ങൾക്കറിയാലോ. അപ്പോ സുപ്രഭാതം പത്രത്തിന്റെ ഏജന്റാണ് ഈ പറഞ്ഞ വ്യക്തി. അദ്ദേഹം പുറമേറി പോയിട്ട് പത്രം എടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഉപ്പ അവിടെ പത്രം എടുക്കാൻ പോകും, സിറാജ് എടുക്കാൻ പോകും. എന്നാൽ ഒരു ദിവസം പോലും ഈ വ്യക്തിയോട് സലാം പറയാതെ, സുഖവിവരം അന്വേഷിക്കാതെ ഒരു ദിവസം ഉപ്പ പത്രം എടുക്കാണ്ടായിരുന്നില്ല. ആ ഒരു സ്നേഹബന്ധത്തിന്റെ പേരിലാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ എത്രയോ അപ്പുറമാണ്. നേരത്തെ മൗലവി പറഞ്ഞല്ലോ, എന്ത് സംഘടനാപരമായിട്ടുള്ളൊരു വ്യതിചലനം ഉണ്ടായി എന്നുള്ളത്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ആദർശ നിഷ്ഠയിലല്ലാതെ വ്യക്തികളോടുള്ള പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ആരോടും കാണിച്ചതായിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ തെളിവ് കൂടിയാണ് ആ വ്യക്തി. ചെറുപ്പക്കാരനായ വ്യക്തിയാണ്, എനിക്കൊന്ന് 10-22 വയസ്സേ ഉണ്ടാവും, ഇത്രയും ചെറുപ്പമുള്ള വ്യക്തിയാണ്.
അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അങ്ങനെയൊന്നും ജീവിക്കാൻ ആർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഇനി ബഹുമാനപ്പെട്ട ഇരിങ്ങോണൊരു പള്ളിയിൽ വർക്ക് ചെയ്തിരുന്ന തങ്ങള് മരിച്ചുപോയി. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹം പറയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും, ഉപ്പാനോട് വലിയ സ്നേഹമാണ്. ഞങ്ങളെ വീട്ടിൽ വന്നാലേ എന്തെങ്കിലും ഭക്ഷണം കഴിക്കൂ തങ്ങള്. പ്രായമായി കണ്ണ് കാണാതെ അത്രയും പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നപ്പോൾ പാതിരാത്രിയായിരിക്കും വരിക. കണ്ണൊന്നും കാണാത്തൊരു സമയമുണ്ട്. ആ സമയത്ത് എന്നോട് പറയും, അന്നേരം ഉപ്പാന്റെ ബഹ്റൈനിലാണോ ദുബൈയിലാണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഏതായിരുന്നാലും ഉപ്പാന്റെ റൂമിൽ ഒരു ഫോണുണ്ട്. അന്നേരം ലാൻഡ് ഫോൺ ആണല്ലോ, ലാൻഡ് ഫോൺ ഉണ്ട്. ഇപ്പൊ ലാൻഡ് ഫോൺ, ഈ ഫോണ് മാത്രമേ അന്ന് ഉപയോഗിക്കാനുള്ള സംവിധാനമുള്ളൂ. മാത്രമല്ല ദുബൈയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു കോള് ചെയ്യണമെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ആ സമയത്ത് 4 ദിർഹമോ മറ്റോ വേണം. അത്രയും പൈസയാണ് അങ്ങനെ ഇങ്ങോട്ട് കോൾ. ഇപ്പൊ വാട്സപ്പ് കോളും മറ്റൊക്കെ ഒന്നുകൊണ്ട് ഫ്രീ ആണ്. 4 ദിർഹമോ മറ്റോ വേണം. അന്നത്തെ 4 ദിർഹമിന്റെ കാര്യങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ അത്രയും വിലപിടിപ്പ ഫോണ്, ഉപ്പയുടെ ഫോണ്, ഉപ്പയുടെ വീട്ടിൽ, ഉപ്പയുടെ റൂമിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും. എല്ലാവരും ഉപയോഗപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഒരു മാസത്തേക്ക് ഉപ്പയുടെ ഫോൺ ബില്ല് എന്ന് പറയുന്നത് ഉപ്പ ഉപയോഗിക്കാതെ തന്നെ എത്രയോ ബില്ല് വരും. ഇപ്പൊ തങ്ങൾ ഏകദേശം 1.5 മാസം ഉപ്പാന്റെ കൂടെ താമസിച്ചിരുന്നു റൂമിൽ. ഉപ്പ തങ്ങൾ ഇത് കണ്ടപ്പോൾ തങ്ങൾക്ക് വല്ലാണ്ട് സങ്കടമായി. തങ്ങൾ പറഞ്ഞു, ഇതിങ്ങനെ പറ്റൂല, എല്ലാവരും കാര്യം വിളിക്കാനല്ല, തങ്ങളെ ഫോണ് എന്നിട്ട് നിങ്ങൾ പൈസ എടുക്കേ എന്ന് ചോദിച്ചുകൊണ്ട് ഫോണിൽ ലോക്ക് വെച്ച ചരിത്രം എന്നോട് പറഞ്ഞു. ലോക്ക് വെച്ചു. അപ്പോ ലോക്ക് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉപ്പ എന്നെ അത് നശിപ്പിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തന്റെ സമ്പത്ത് തന്നെയാണെങ്കിലും അത് കൊടുക്കുന്നതിനോ അത് ചെലവഴിക്കുന്നതിനോ അത് മറ്റുള്ളവർ ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നു പോകുമോ എന്ന് പോലും ചിന്തിക്കുന്നത് തങ്ങൾ എന്നോട് പറഞ്ഞതാ, മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞതാ. ഇങ്ങനെയുള്ള 100 അനുഭവങ്ങൾ ബഹ്റൈനിൽ വന്ന ഒരുപാട് പ്രവർത്തകന്മാർ, ഒരുപാട് നാട്ടുകാർ, ഒരുപാട് സുഹൃത്തുക്കൾ, ഇന്ന് മലപ്പുറത്തുനിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. വളരെ ദൂരെ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഉപ്പയുടെ സ്നേഹബന്ധത്തിന്റെ പേരിൽ മാത്രം വന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ വന്നത് ഉപ്പയോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉപ്പയുടെ സ്നേഹം നിങ്ങൾ നിർത്തരുത്, ഞങ്ങളോടും കൂടി അത് കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ ദുആയിലൊക്കെ ഉപ്പ ഉള്ള കാലത്തോളം നിങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്നവർ ഞങ്ങളോട് പറഞ്ഞു. അവസാനം ഞങ്ങളോട് അവർ പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പ എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ളൊരു വ്യക്തിയാണ്. ഞങ്ങളോട് പറഞ്ഞതാ, നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ളൊരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം ജീവിച്ചത് തന്നെ ആഖിറത്തിന് വേണ്ടിയാണ്. ദുനിയാവിന് വേണ്ടിയുള്ളൊരു ജീവിതം ഉപ്പ ജീവിച്ചിട്ടില്ല. അത് അനുഭവമുള്ളവരാണ്, ഉപ്പയുടെ കൂടെ പ്രവർത്തിച്ചവരാണ് പലരും കൂടെ. ബഹുമാനപ്പെട്ട മൂസക്കാനെ കാണുമ്പോൾ എൻ്റെ കണ്ണ് പലപ്പോഴും നിറഞ്ഞു പോകാറുണ്ട്. ഉപ്പ ഇല്ലാത്ത ഒരു കാലഘട്ടം മൂസക്കാനെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. ഈ MP അഹമ്മദായെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. അതിൽ നെടുല ഊക്കർക്ക, അങ്ങനെ തുടങ്ങി ഉപ്പയുടെ കൂടെ ജീവിച്ച കുറെ ആൾക്കാരാണ്. അവരൊക്കെ കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം ഓരോ വ്യക്തിയും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഉപ്പാക്ക്. അത് ഉദാഹരണം പറഞ്ഞാല് ആ ഒരു സ്നേഹം എനിക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാം, ബഹുമാനപ്പെട്ട അലിക്ക, അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, സമയം നീണ്ടുവാൻ ക്ഷമിക്കണം കേട്ടോ. അപ്പോ ഒരു സംഭവം കിട്ടി, ഇങ്ങനെ പറഞ്ഞു പോകുന്നത്, ബഹുമാനപ്പെട്ട അലിക്കയോ അജുമ്മയും പലപ്പോഴും ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത്, ഇവിടെ SSFന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇവിടെ പള്ളിയൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ സ്വലാത്ത് ഹൽക്കുകൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ സംഘടിപ്പിച്ചിട്ട് എല്ലാ പരിപാടികളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അലിക്ക അധികവും വീട്ടിലേക്ക് കയറി ചെന്നാൽ വല്ലാത്തൊരു സ്നേഹം കാണിക്കും. ഞാൻ വിചാരിച്ചു, എന്താണ് എന്നോടും ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത്? അജുമ്മയാണെങ്കിലോ ചായ കൊടുക്കാണ്ട് വിടൂല, എന്തെങ്കിലും കഴിക്കാതെ വിടൂല. അങ്ങനെ സ്നേഹം കാണിക്കുന്ന സമയം ഞാനിങ്ങനെ ചിന്തിച്ച്, പഠിച്ചവനെ എന്തായിരിക്കും ഇവരിങ്ങനെ സ്നേഹം കാണിക്കുന്നത്? പിന്നീട് ഞാൻ മനസ്സിലായത് ഉപ്പയോടുള്ള സ്നേഹമാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അത് തന്നെയായിരുന്നു അലിഖാനോട്, അങ്ങനെ തന്നെയായിരുന്നു അവർ ജീവിച്ചത്. അലിഖാനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അങ്ങനെ തുടങ്ങി ഉപ്പയോട് ബന്ധപ്പെടുന്ന ഏത് വ്യക്തിയോടും
മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ച് സ്നേഹം അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി ബഹുമാനപ്പെട്ട ഖബറിന്റെ അടിയിലാണ്. നിങ്ങളെല്ലാവരും ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യൂ. എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഒറ്റൊരു വാക്കും കൂടി ഞങ്ങളുടെ കുടുംബത്തെ ബന്ധപ്പെട്ട് ഒരു വാക്കും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഒപ്പമാര് നിങ്ങൾക്കറിയാലോ ആരൊക്കെയാണുള്ളത്. ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദൊക്കെ മരിച്ചുപോയി. അദ്ദേഹത്തിന് അല്ലാഹു തആല മഅഫിറത്ത് നൽകട്ടെ. പ്രിയപ്പെട്ടു ഉപ്പ ഇപ്പം മരണപ്പെട്ടു. ഇവര് തമ്മിലുള്ള സ്നേഹം ബോണ്ട് എത്ര കടുപ്പത്തിലായിരുന്നു എന്ന് ഞങ്ങൾക്ക് ചിന്തിക്കുന്നതിലപ്പുറമാണ്. ഏത് ഉപ്പ ഇങ്ങനെ അസുഖമായിട്ട് കിടക്കുന്ന എത്ര പ്രയാസപ്പെട്ട് കിടക്കുന്ന സമയത്താണെങ്കിലും ബഹുമാനപ്പെട്ട അബൂബക്കർക്ക് പോയിട്ട് വിളിച്ചാൽ ഇപ്പൊ വിളി കേൾക്കും. കാക്ക പോയി വിളിച്ചാൽ കാക്ക വരുന്നെന്ന് പറയും. പല മനസ്സ് തെളിഞ്ഞു പോയി ഉപ്പ സംസാരിക്കും. അതേപോലെ തന്നെ ഉപ്പയുടെ പെങ്ങള് വന്നിട്ട് പറയുമ്പോൾ തന്നെ ഉപ്പ സംസാരിച്ചു പോകും. അതേപോലെ തന്നെ ഉപ്പാന്റെ ഒരു ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഏത് സമയത്ത് ആര് പോയി സലാം പറഞ്ഞാലും മരിക്കുന്നതിന്റെ അന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം രാവിലെ 9 മണിക്ക് ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു ഉപ്പാനോട് ചോദിച്ചു പോയിക്കോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉപ്പാനടുത്ത് പോയി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വലൈക്കും അസ്സലാം. ഇപ്പൊ ഞാൻ പോട്ടെ ആ മോനെ പോട്. ഈ ഒരു വാചകം പറഞ്ഞിട്ടാ ഞാൻ പോയത്. തിരിച്ചു ലോകത്തോട് എൻ്റെ ഉപ്പാനെ കുറിച്ച് പറയുമ്പോ ഞാൻ പറയുന്നത് അധികമായി പോന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നി നിങ്ങൾ ക്ഷമിക്കണം. അത് എൻ്റെ ഉപ്പാനോടുള്ള സ്വാർത്ഥത നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. വലിയ വലിയ അലിമീങ്ങളും ഉസ്താദുമാരും സാദാത്യങ്ങളും ഒക്കെ ഉപ്പയോട് കാണിച്ച സ്നേഹം അത് കണക്കില്ലാത്തതാണ്. ബഹുമാനപ്പെട്ട അലി ബാഫക്കി തങ്ങൾ തന്നെ ഏത് സമയത്ത് ഇരിങ്ങോണൂർ വന്നാലും കാണുമ്പോഴൊക്കെ ചോദിക്കും എന്തായി സൂഫിയാജിന്റെ സ്ഥിതി, എന്താ സൂഫിയാജിന്റെ സ്ഥിതി. ബഹുമാനപ്പെട്ട VPM ഉസ്താദ് മെഞ്ഞാന്ന് എല്ലാ ദിവസവും ചോദിക്കും ഉപ്പാന്റെ സ്ഥിതി എന്താ, ഉപ്പാന്റെ സ്ഥിതി എന്താ. മെഞ്ഞാന്ന് വന്ന സമയത്ത് വേഗം വന്ന് ഉപ്പാന്റെ കഫം പുടപോക്കി ഉപ്പാക്ക് ഉമ്മം കൊടുത്ത് വേഗം നിസ്കരിച്ചു. ആ ഒരു മഹത്വം, മഹാന്മാരോടുള്ള ബന്ധം, സാലിഹ്യങ്ങളോടുള്ള ബന്ധം, മുത്തഅല്ലിമീങ്ങളോടുള്ള സ്നേഹം, അലിമീങ്ങളോടുള്ള ബഹുമാനം ഞങ്ങൾക്ക് വീട്ടിലേക്കൊന്നും കൊണ്ടെത്തതില്ലെങ്കിലും ഉസ്താദുമാരെന്തെങ്കിലും പറഞ്ഞാൽ അത് കൊണ്ടു കൊടുക്കുക. ആയഞ്ചേരി റഷീദ് മുസ്ലിയാർ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഈ സാധാരണ ഒരു മടക്കുന്ന ടോർച്ചുണ്ടല്ലോ, ഇത് ചോപ്പ് കറുപ്പൊക്കെ ഉള്ളില്ല, വലിയ മുമ്പ് കാലത്തുണ്ടായിരുന്ന ആ ടോർച്ചിന് പകരം വലിയ ഇങ്ങനെയുള്ള എന്തേലും പറയാ മറന്നുപോയി, വലിയ ടോർച്ചില്ലേ നിങ്ങളുള്ള ബാറ്ററി ഇടുന്നല്ല, കറണ്ടിൻ്റെ തന്നെ മടക്കുന്ന ടോർച്ചല്ലാത്ത വേറൊരു ടോർച്ച് തന്നെ ശേഷം. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊന്നും അതില്ല. അപ്പൊ ഒരു ദിവസം ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഈ ടോർച്ച് കണ്ടു ഞാൻ. ഇവർക്കൊക്കെ മുഹമ്മദിനൊന്നും ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല. ഈ വലിയ ടോർച്ച് കണ്ടു. ആ ടോർച്ച് ഇങ്ങനെ പെട്ടിയിലാക്കിയിട്ടുള്ള. അപ്പൊ ഞാൻ വിചാരിച്ച് വെറുക്കൊക്കെ വാങ്ങിയായിരിക്കും. അത് ആയഞ്ചേരി റഷീദ് മുസ്ലിയാർ പറഞ്ഞു വാങ്ങിയതാ, അത് ഓർക്ക് കൊടുക്കാനുള്ളതാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് പഴയ ഈ മടക്കുന്ന ടോർച്ച് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അലിമീങ്ങളോടും മുത്തഅല്ലിമീങ്ങളോടും ഈവൻ സാധാരണക്കാരോടും കുട്ടികളോടും ഒരുപാട് പനാടുത്ത മഹമ്മൂദ് ഖാന്റെ മോന്, വാരിങ് മഹമ്മൂദ് ഖാന്റെ മോന് സിനാന് മെഞ്ഞാന്ന് കരഞ്ഞുപോയി. അങ്ങനെ ഒരുപാട് പേർ ചെറുപ്പക്കാർ, പനാടുത്താഴെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഉപ്പാനോടുള്ള സ്നേഹം എങ്ങനെയാണത് ആ ബോണ്ട് സ്ഥാപിച്ച് ചെറുപ്പക്കാരുമായിട്ട് എങ്ങനെയാണ്, പ്രായമുള്ളവരോട് മാത്രമല്ല എല്ലാവരോടുമുള്ള ഒരു ബന്ധം, ആ ബോണ്ട് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചത് ഇപ്പയുടെ നിഷ്കളങ്കമായ മനസ്സ് തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാൻ അല്ലാഹു വലിയ ദർജ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഒരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ സേനിക പറഞ്ഞതുപോലെ നിങ്ങൾ ദുആ നിർത്തരുത്.
നിങ്ങൾ ചെയ്യുന്ന ഓരോ ദുആയും അവർക്ക് തണലായി തീരും, അത് നിങ്ങൾക്കും കൂടി ഗുണമായി തീരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാൾക്ക് ദുആ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് നമുക്ക് കുറഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട. ഓരോ ദുആയിനും മിസ്ലു സവാബ് നമുക്കും ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ഫാത്തിഹയും ഓരോ യാസീനും എല്ലാം നമുക്ക് കൂടി പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നുവരും നിങ്ങൾ ക്ഷമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, വികാരഭരിതമായി സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂപ്പിക്കാനെ കൊണ്ട് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഇത്രയും ഞങ്ങൾ ക്ലോസായി ജീവിച്ചത് ഭാര്യൻ വന്ന മുതൽ അവരല്ല തന്നെ നാട്ടിൽ തന്നെ ഉണ്ട്. വന്നാലും ഭാര്യ എത്തിയതിനു ശേഷം വിട്ടുപിരിയാത്ത ഒരു ഇതായിരുന്നു ഞങ്ങൾ. എല്ലാ പ്രവർത്തനത്തിലും ഞങ്ങളെല്ലാം ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ എനിക്ക് സംസാരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വിട പറഞ്ഞു പോയ ആളുകളെ പറ്റി നല്ലത് പറഞ്ഞാൽ ഒരു വലിയ കഫാറത്താണ്. നമ്മൾ ചെയ്തു പോയ പാപങ്ങളായാലും നമ്മളിൽ നിന്ന് വന്ന തെറ്റുകളായാലൊക്കെ അള്ളാഹു പുറത്തു തരാൻ ഒരു സബബാകുന്ന മജ്‌ലിസ് കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഒരു തണൽ മരം കൂടി വീണു. കുറേ ആളുകൾക്ക് തണലേകിയ, കുറേ ആളുകൾക്ക് ആശ്വാസമേകിയ ഒരു തണൽ മരം വീഴുമ്പോൾ അതിൽ ചേക്കേറിയ പറവകൾ ഇനി എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് ശങ്കിച്ച് സങ്കടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. ആ തണൽ മരത്തിൻ്റെ തായ്വേരുകൾ താഴോട്ട് എത്ര ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ആ മരത്തിൻ്റെ വലിപ്പം ആളുകൾ പറയുമ്പോഴാണ്. എത്ര കാലമായി ആ മരം നമ്മിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ ആ മരം കൊണ്ട് ഉപകാരം കിട്ടി. ഞാൻ മഴ സമയത്ത് കുടയില്ലാത്തപ്പോൾ ആ തണൽ മരത്തിന് കീഴെ ആശ്വാസം കൊണ്ടു എന്ന് നമ്മളോട് പറയുമ്പോൾ ആ തണൽ മരത്തിൻ്റെ വലുപ്പം നമ്മൾ അറിയും. ആ മരത്തിൻ്റെ ചില്ല കൊണ്ട് ഞാനൊരു വീട് കൂട്ടി എന്നാരെങ്കിലും പറയുമ്പോഴും നമ്മൾ ആ മരത്തിൻ്റെ വില അറിയും. ആ മരം എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പഴങ്ങൾ തന്നു, അത് ഞങ്ങൾ ഭക്ഷിച്ചു എന്ന് പറയുമ്പോഴും ആ മരത്തിൻ്റെ വലുപ്പം നമ്മൾ അറിയും. ആരും അറിയാതെ ഒരു നാൾ ആ തണൽ മരം നിലം പൊത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് മഴയത്ത് കുടയില്ലാതെ നനഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മളിപ്പോൾ നേരിട്ട് അനുഭവിക്കുകയാണ്. ഞാൻ എൻ്റെ മക്കളോട് പറയണത്, നിങ്ങൾ ഈ മജ്‌ലിസിൽ കുറേ സംസാരങ്ങൾ കേട്ടു. അത് വാക്കുകളല്ല, ഹൃദയം കൊണ്ട് നിങ്ങളോട് പങ്കുവച്ച ചില കാര്യങ്ങളാണ്. ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ കണ്ണീരായി പുറത്തേക്ക് ഒഴുകും. അതുപോലെ വിതുമ്പലായി നമ്മൾ കാണും. പക്ഷേ അതൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സന്തോഷത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ചില അടരുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആരെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നല്ല ബോധവും ബോധ്യവും ഉണ്ടാകുന്നത് ആളുകളുടെ അനുഭവങ്ങളിൽ നിന്നാണ്. നോക്കൂ, നിങ്ങൾ വെള്ളിയാഴ്ച ജുമുഅ സമയത്ത് ഖതീബ് മിമ്പറിൽ രണ്ടാമത്തെ ഖുതുബക്ക് എഴുന്നേൽറ്റ് നിൽക്കുന്ന സമയത്താണ് ആദ്യത്തെ വിളി വരുന്നത്, വാപ്പക്ക് സീരിയസ് ആണ്, പോകാനൊരുങ്ങിയിട്ടുണ്ട് എന്നത്. രണ്ടാമത്തെ ഖുതുബ കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് പോകുമ്പോഴേക്ക്, അല്ലെങ്കിൽ നിസ്കാരം പൂർത്തിയാകുമ്പോഴേക്ക് പ്രിയപ്പെട്ട സൂഫിക്കയുടെ റൂഹ് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് മലായികത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ് നമ്മൾ കണ്ടത്. പള്ളിയോടുള്ള ഇമാറത്ത് അതേറ്റവും പ്രധാനമാണ് എന്ന് നമ്മളെ കാണിച്ചു തരുന്നത് കൂടെയാണ് എളാപ്പയുടെ വിയോഗം. കാരണം മക്കൾക്കറിയാം, മുത്തഅല്ലിമീങ്ങൾക്കറിയാം, വെള്ളിയാഴ്ച ദിവസമായാൽ 10 മണിയാണ് സൂപ്പിക്കാൻ്റെ സമയം. അതിനു മുമ്പാണോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. പാപ്പാൻ്റെയും അബൂക്കർ കാക്കയുടെ ഒക്കെ സമയം 10 മണി 11 മണിക്ക് ഒരു പള്ളിയിലുണ്ടാകും. അവർ അൽക്കഹഫ് എത്രയാണ് എന്ന് ഓതുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല. 1 ആണോ 2 ആണോ 3 ആണോ എന്നറിയില്ല.
ഓരോ റമദാനും 1 ഖത്തമാണോ 2 ഖത്തമാണോ 3 ഖത്തമാണോ എന്നൊക്കെ നമുക്കിപ്പോഴും അറിയാത്ത കാര്യങ്ങളാണ്. എത്ര ഖത്തം സൂപ്പിക്ക ഓരോ റമദാനും ഓതിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നുള്ളതാണ് അതിന് ഉത്തരം. എത്ര ഉസ്താദുമാർക്ക് നോമ്പ് തുറപ്പിച്ചു എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നുള്ളതാണ് ഉത്തരം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ സൂപ്പിയെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ, ചില വാക്കുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് നമ്മൾ കണ്ടതായി അറിവിലില്ല. പക്ഷേ പറയാനുള്ളത് 100 നാവുകളാണ് സൂപ്പിക്കയെ പറ്റി. ഞാൻ ഈ അവസാന സ്ട്രോക്ക് വന്ന സമയത്ത് ഇക്കറ ഹോസ്പിറ്റലിൽ മുഹമ്മദുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ ഷിഹാബുദ്ദീനാണ് സൂപ്പിക്കയെ അവസാനമായി നേരത്തെയും ചികിത്സിക്കുന്ന ഷിഹാബ് ഡോക്ടറായിരുന്നു. ഷിഹാബ് ഡോക്ടറെ അടുത്ത് ഞാൻ തന്നെയാണ് മുഹമ്മദിനടുത്ത് റെഫർ ചെയ്തത് സൂപ്പിക്ക്. കാരണം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ അസുഖ സമയത്ത് ഏറ്റവും നിർണായകമായ സമയത്തൊരു തീരുമാനമെടുക്കാൻ അന്ന് അഭിപ്രായം പറഞ്ഞൊരു ഡോക്ടർ എന്ന നിലക്ക് എനിക്ക് അദ്ദേഹത്തെ വലിയ വിശ്വാസമുണ്ട്. ഞാൻ സൂപ്പിക്കയുടെ വിഷയങ്ങൾ പലപ്പോഴും ഡോക്ടർ ഷിഹാബിനോട് സംസാരിക്കാറുണ്ട്. ഈ സ്ട്രോക്ക് വന്ന് ഞാൻ കാണാൻ പോയപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, എന്താണ് സത്യസന്ധമായ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മുഹമ്മദേ അതിന് വലിയ പ്രതീക്ഷയൊന്നും നിങ്ങൾ വെക്കണ്ട. കാരണം പ്രത്യേകിച്ചും ഈ സമയത്ത് ഇങ്ങനെ കടന്നു പോവുകയും കൂട്ടത്തിൽ സ്ട്രോക്ക് വരികയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാലിയേറ്റീവ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അത് എത്ര കൊണ്ടുപോകാൻ കഴിയുമോ അത്രയും നിങ്ങൾ നന്നായി കൊണ്ടുപോവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് മുഹമ്മദിനോട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദേ നമ്മളിനി എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ചില സംഗതികൾ വരും. അതിന് മാനസികമായി നമ്മൾ തയ്യാറെടുക്കണം, ഉമ്മനെയും കൂട്ടുകാരെയും ഒക്കെ തയ്യാറെടുക്കണം എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. കാരണം അങ്ങനെ എന്നേ തീരുമാനിച്ചതുപോലെയാണ് സൂപ്പിക്കയുടെ ഈ അസുഖകാലം അത്രയും പോയത്. ഒരു ദിവസം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും സരസമായി സംസാരിക്കുന്ന ആൾ കൂടിയാണ് സൂപ്പിക്ക. ഏറ്റവും നന്നായി ഭംഗിയായി, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ തമാശ കലർന്ന രൂപത്തിൽ കാര്യങ്ങൾ പറയും. അത് ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ വലിയ സന്തോഷവും ആശ്വാസമുള്ള കാര്യമാണ്. ഞങ്ങളൊരു ഫാമിലി മീറ്റിംഗൊക്കെ വിളിക്കുമ്പോൾ അതിലേറ്റവും സരസമായി തമാശയിൽ കാര്യങ്ങൾ പറയാനും ഞങ്ങളുമായി പങ്കുവെക്കാനും സൂപ്പിക്കയുടെ അത്രയും കഴിവ് ഞങ്ങൾക്കാർക്കും ഉണ്ട് എന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ കുടുംബത്തിൽ ഇമ്പമുണ്ടാക്കുന്ന, പരസ്പരം കൂട്ടിച്ചേർക്കുന്ന, റൈസ് മാസ്റ്റർ പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറയാണ്. വല്യപ്പയും ഊക്കർക്കൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഉള്ള സമയത്താണല്ലോ നമുക്ക് ഹൈർ പറയാൻ കഴിയുള്ളൂ. ഇല്ലാത്ത സമയത്ത് നമ്മൾ ഹൈർ പറഞ്ഞാൽ അത് മരണത്തിന് ശേഷമുള്ള വർത്താനായിരിക്കും. ഞങ്ങളൊക്കെ ചെറിയ കാലത്തിൽ തന്നെ കണ്ടു വളരുന്ന ഒരു ശീലം കാക്കയും വാപ്പയും അബൂബക്കറും സൂപ്പിക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കണ്ടു വളർന്ന ഒരു ശീലം കൂടി ആയതുകൊണ്ട് പറയാം. അത് മുത്തുനബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശീലങ്ങളാണ് ഇവരൊക്കെ പഠിച്ചത്. ഇവരൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നത് അത്തരം ശീലങ്ങളാണ്. അത് നമ്മൾ മക്കളോട് പറയാണ്ട് പോലും പറയാം, നമുക്ക് കാണിച്ചു തരികയാണ് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്. ഒരു പാത്രത്തിൽ കാക്ക ചോറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണമോ ഇട്ട് കറിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നിൽക്കുമ്പോൾ അത് ചിലപ്പം വാപ്പ കാക്കൻ്റെ പ്ലേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വലിക്കും. പകുതി ചിലപ്പം ഓക്കർക്ക് വലിക്കും, പകുതി ചിലപ്പം സൂപ്പിക്ക് വലിക്കും. അങ്ങനെ സ്നേഹത്തിൽ ചാലിച്ച ഭക്ഷണ രീതികൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഈ കാലമത്രയും ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കളാണ്. അവരിൽ നിന്നാണ് എങ്ങനെ സ്നേഹം പരസ്പരം പങ്കുവെക്കണമെന്ന് പോലും ഞങ്ങൾ കണ്ടു ശീലിച്ചു. അല്ലാഹുവേ, ജീവിക്കുന്നവർക്ക് നീ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ റഹ്മാനെ. വിട പറഞ്ഞു പോയ രണ്ടുപേരുടെയും സ്വർഗം ആകാശത്തോളം നീ വിശാലമാക്കണേ റഹ്മാനെ. അങ്ങനെ ഞങ്ങളെ ഫാമിലിയിൽ ഏറ്റവും നന്നായി ഒരു, നേരത്തെ റൈസ് മാഷ് പറഞ്ഞതുപോലെ ഒരു ബോണ്ട്, ഒരു ഇഷ്ടത്തിൽ പൊതിഞ്ഞ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്കൊക്കെ നമുക്കൊന്നും അങ്ങനെ കഴിയില്ലെന്നേ. നമ്മളൊന്നും അങ്ങനെ ജീവിച്ചാൽ ശ്രമിച്ചാൽ പോലും അത് ഇമിറ്റേഷൻ മാത്രമായിട്ട് മാറും. ഖൽബിനകത്ത് നിന്ന് വരുന്ന മഹബത്തും ഇഷ്ടവും ബന്ധവും എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ആര് പോയി വിളിച്ചാലും സൂപ്പിക്ക ചിലപ്പോൾ കണ്ണു തുറക്കാത്ത ഒരു സമയത്തും പാപ്പ ചെന്ന് വിളിച്ചാൽ, ഓക്കർക്ക ചെന്ന് വിളിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നമ്മളെ മറ്റുള്ളവർ സൂപ്പിക്കമ്മ അത്രയേറെ ബന്ധമുള്ള മൗലവിയെ പോലെയുള്ള ആളുകളൊക്കെ പോയി വിളിച്ചാൽ കണ്ണു തുറക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ബന്ധമാണ്, ഖൽബിൽ നിന്നുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധമാണ്
ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുകൂടി ഇന്നത്തെ ചില മജ്‌ലിസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഏതായാലും ജീവിതത്തിൽ വലിയ പണ്ഡിതനൊന്നുമല്ല സൂഫിക്ക്, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, വലിയൊരു വാദം പറയലോ വലിയൊരു ആലിമൊന്നുമല്ല. പക്ഷേ ഒരു ആലിമിനെക്കാളും വലിയ ആബിദാകാൻ ചില ആളുകൾക്ക് കഴിയുക എന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ എൻ്റെ മുത്തഅല്ലിമീങ്ങളോട് ഒറ്റ കാര്യം പറയാം. ഹബീബായ തങ്ങൾ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് ഇസ്ലാമിക പ്രചരണത്തിന് ഇങ്ങനെ പോകുമ്പോൾ ഒരു ദുആ നടത്തിയിട്ടുണ്ട്. ആ ദുആ ഇങ്ങനെയായിരുന്നു: പടച്ച റബ്ബേ, ഞാനിങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്, എൻ്റെ മതം നിൻ്റെ മതം എങ്ങനെ പ്രചരിപ്പിക്കണം എന്നതിന് ആശങ്കയോടെ നിൽക്കുന്ന സമയത്ത് മുത്തുനബി ചെയ്ത ദുആ നമ്മളൊക്കെ കേട്ടതാണ്. രണ്ടാൽ ഒരു ഉമറിനെ കൊണ്ട് എനിക്ക് നീ ധൈര്യം തരണേ പടച്ചോനെ എന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ ദുആ ചെയ്തിട്ടുണ്ട്. ഫസൽ ഉസ്താദ് നിങ്ങളുടെ സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട് 10 വർഷം ആവുകയാണ്. ഫസൽ ഉസ്താദിൻ്റെ വലങ്കൈയാണോ അല്ലെങ്കിൽ ഇടങ്കൈയാണോ ശ്വാസമാണോ സൂപ്പിക്കാന്ന് ചോദിച്ചാൽ തിരിച്ചറിഞ്ഞൊരു വാക്ക് പറയാൻ എനിക്കറിയില്ല. ഈ സ്ഥാപനത്തിലെ മക്കൾക്ക് നിങ്ങളെ നേരത്തെ ഈ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, അവർ കഴിച്ച ഓരോ അരിമണിയുടെയും നിഷ്കളങ്കമായ ഭക്ഷണത്തളികയ്ക്കകത്ത് അവർ കഴിച്ച എല്ലാത്തിൻ്റെയും തുരുത്തിനകത്ത് ബഹുമാനപ്പെട്ട സൂപ്പിക്കയുടെ കരുതലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്ഥാപനം അങ്ങനെ വളർന്നതാണ്. സൂഫിക്ക് ഒരു മരണം വിട്ട് എന്നോട് മുഹമ്മദ് പറയായിരുന്നു, മരിച്ച സമയത്ത് ഒരാൾ കല്ലാലങ്കൽ തറവാട്ടിലേക്ക് കയറി വന്നപ്പോൾ മുഹമ്മദിനോട് അയാൾ ചോദിച്ചു, ഇനി എന്താ അവിടെ? കല്ലാലങ്കൽ സൂഫിക്കാൻ്റെ വീട്ടിൽ, വാപ്പ മരിച്ച വീട്ടിൽ മുഹമ്മദിനോട് ചോദിക്കുകയാണ്, നീ എന്താ അവിടെ? അയാൾക്ക് മുഹമ്മദിനെ പരിചയമില്ല. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, എൻ്റെ വാപ്പയാണ് മരിച്ചത് സൂഫിക്ക. എൻ്റെ വാപ്പയാണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അയാൾ കഥ പറയുന്നത്. അയാൾ ഈ നാട്ടിൽ മോശമല്ലാത്ത ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അല്പം ചില എന്താ പറയുക ചില സാമൂഹിക പ്രവർത്തനങ്ങളും കുറച്ചൊക്കെ വങ്കത്തരങ്ങളിലൊക്കെ ഉള്ള ആളാണ്. കുറച്ചൊക്കെ വിഷയങ്ങളിൽ ഇടപെട്ട് അങ്ങനത്തെ ചില കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു എന്താ പറയുക സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. കുറച്ചൊക്കെ വമ്പത്തരമുള്ള ആളാണ്. ഒരു പരിചയവും സൂഫിക്കാക്കില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചപ്പോൾ സൂഫിക്ക രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, തൻ്റെ ബൈക്കുമായിട്ട് വീട്ടിൽ പോയി. അന്ന് ദുആർക്കലിന് ദുആ കഴിയുന്നത് വരെ സൂഫിക്ക അവിടെ ഇരുന്നതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ സൂഫിക്ക പിരിഞ്ഞു പോണില്ല. അങ്ങനെ ഇയാൾ പറഞ്ഞു, നിങ്ങളെന്താണ് പോവാത്തതെന്ന് സൂഫിക്കാനോട് ചോദിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരനായ അല്പം മല്ല കുസ്തിക്കാരനാണ്, ചിലപ്പോൾ കച്ചറുണ്ടാക്കുന്ന ആളാണ്, തല്ല് എന്നൊക്കെയുള്ളൊരു കണ്ടീഷനുള്ള ആളാണ്. ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചിട്ട് കയറി എന്ന് പറഞ്ഞു. സൂഫിക്കാൻ്റെ വണ്ടിൻ്റെ ബാക്ക് കയറ്റി, 2 വീലറിൻ്റെ ബാക്ക് കയറ്റി. ഞാൻ സൂഫിക്കയുടെ 2 വീലറിനെ പറ്റി പറയാൻ എനിക്ക് താല്പര്യമുള്ള വാക്ക്, അത് സ്നേഹത്തിൻ്റെ കവചമായി ആളുകൾക്കിടയിലൂടെ ഓടി നടന്ന ഒരു വാഹനം. സ്നേഹത്തിൻ്റെ കവചമായി ആളുകൾക്കിടയിലൂടെ ഓടി നടന്ന ഒരു വാഹനമാണ് സൂഫിക്കാൻ്റെ 2 വീലർ. ആ 2 വീലറിൻ്റെ ബാക്കിൽ നിങ്ങൾ മക്കളെ കണ്ടിട്ടുണ്ടാവും. നോക്കൂ നിങ്ങൾ, നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത മക്കൾ, ചെറിയ കുട്ടികളെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ ഏറ്റവും വലിയ പാട്. ആ മക്കളെ എങ്ങനെയാണ് സൂഫിക്ക കയ്യിലാക്കിയതെന്നും അതിൻ്റെ കെമിസ്ട്രി നമുക്കറിയില്ല. മക്കളോട് എത്രമേൽ സ്നേഹം സൂഫിക്ക കാണിച്ചിരുന്നത് നിങ്ങൾ മദ്രസയിലെ കുട്ടികളോട് പോയി ചോദിച്ചാൽ മതി, ആ മക്കൾ പറഞ്ഞുതരും. ഈ ചെറുപ്പക്കാരനെ കൈപിടിച്ചിട്ട് വണ്ടീൻ്റെ ബാക്കിൽ ഇരുത്തിയിട്ട് എന്നിട്ട് വാന്ന് പറഞ്ഞു. നിങ്ങളെ കാണാൻ ആ ചെറുപ്പക്കാരനെ അവിടെ കൊണ്ടുവന്നു. ഈ സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്ത് കൊണ്ടുവന്നിട്ട് സൂഫിക്ക പറഞ്ഞു, ഇത് ഞാൻ നോക്കുന്ന സ്ഥാപനമാണ്, ഇവിടെ 10-40 മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. എൻ്റെ വാപ്പ മരിച്ചതിൻ്റെ പേരിൽ ഒരു നേരത്തെ ഭക്ഷണം ഈ കൊടുക്കണം എന്ന് ഒരു പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരനോട് സൂഫിക്ക പറഞ്ഞിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഭക്ഷണം കൊടുപ്പിച്ചു. അതിൻ്റെ ഇഷ്ടം കൊണ്ടാണ് അയാൾ ഇന്ന് മരിച്ചപ്പോൾ മുഹമ്മദിൻ്റെ വീട്ടിൽ വന്നത്. അല്ലാഹുവേ, അതിൻ്റെ ദറജ ഖബറിൽ നിന്ന് വലിയ പ്രകാശമായി കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞാൻ പറഞ്ഞത് ഫസൽ ഉസ്താദിനോട് ചേർന്ന് നിന്ന് ഈ സ്ഥാപനത്തെ വളർത്താൻ അത്രമേൽ അത് ഞാൻ എൻ്റെ മക്കളോട് പറയണം. നിങ്ങൾക്കത് ഞാൻ എത്ര വിവരിച്ചാലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അത്രമേൽ അധ്വാനിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുത്തഅല്ലിമീങ്ങളോട് പറയണം, നിങ്ങളെ വീട്ടിൽ പോയി പറയണം, ഉമ്മനോട് പറയണം, വാപ്പനോട് പറയണം, ഞങ്ങളുടെ സ്ഥാപനം പോറ്റി വളർത്തിയ ഒരാൾ ഇന്നലെ വിട പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദ്വാരക്കണം, നിങ്ങൾ പറയണം, നിങ്ങളെ കൂട്ടുകാരോട് പറയണം. അങ്ങനെ നാടൊന്നാകെ ആ വലിയ മനുഷ്യന് വേണ്ടി ദ്വാ ചെയ്യണം. അത് നമ്മളെ ബാധ്യതയും കൂടിയാണ്. കാരണം മൂപ്പർക്കൊന്നും കിട്ടാൻ വേണ്ടി മൂപ്പരൊന്നും ചെയ്തിട്ടില്ല. മുത്തഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയേറെ സ്നേഹിച്ച ഒരാൾ കൂടിയാണ് സൂഫിക്ക. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയാണ്. ഞങ്ങൾ നേരത്തെ പറയായിരുന്നു, വീട്ടിൽ വരുമ്പോൾ ഐസ്ക്രീം കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്കല്ല ഐസ്ക്രീം കൊണ്ടുവരും, നമ്മളത് പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ മക്കൾക്കാണ് ഐസ്ക്രീം കൊണ്ടുവരാം. ചോക്കോബാറും മറ്റു മിൽക്കി ബാറൊക്കെ കൊണ്ടുവരും, മറ്റു മക്കൾക്ക് കൊടുക്കും. സൂഫിക്ക മക്കൾക്കല്ല കൊടുത്തത്, മകന്റെ ഭാര്യമാർക്ക്. എന്ന് സൂഫിക്ക പുറത്തു പോയോ അന്നൊക്കെ തിരിച്ചു വരുമ്പോൾ മരുമക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. ഒരു ദിവസം കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ മരുമക്കൾ പെൺകുട്ടികൾ ചോദിക്കും, ഇന്ന് വാപ്പ ഒന്നും ഇല്ലെന്ന് ചോദിക്കും. നിങ്ങൾ അങ്ങനത്തെ വാപ്പാരെ കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ? നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ വാപ്പാരെ കാണാൻ വലിയ പണിയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇൽഫത്ത് എന്ന് പറഞ്ഞ സാധനം അതാണ്.
നമ്മളെ വീട്ടിനകത്തുള്ള കുടുംബത്തോടും ബന്ധുക്കളോടും കുട്ടികളോടും ഒക്കെ ഇൽഫത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ശീലങ്ങൾ ഉണ്ടാക്കിയ ഒരു നല്ല മനുഷ്യൻ, നാടനായ മനുഷ്യൻ, വലിയ ആലിമല്ലാത്ത പക്ഷേ ഒരുപാട് ആലിമീങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ മാർഗദർശനം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാട് വഴികൾ നടത്തിയ, പണ്ഡിതന്മാരോടൊപ്പം വഴികൾ നടത്തിയ ഒരു വലിയ നമ്മുടെ നാട്ടുകാരനെ കുറിച്ച്, ഞങ്ങളുടെ കുടുംബക്കാരനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വലിയ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ മക്കളെ കയ്യിലാക്കാൻ സൂഫിക്കൊക്കെ പറ്റി. നേരത്തെ ഇവിടെ പിന്നെ പറഞ്ഞു, മദ്രസയ്ക്ക് വേണ്ടി പിരിവ് നടത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമുള്ള കാര്യമാണ്. സൂഫിക്കൊക്കെ ഏറ്റവും ഈസി ആയ വഴിയാണ് പിരിക്കുക എന്നുള്ളത്. ഇങ്ങ് എടുക്കുക എന്നാ പറയാം, തരുമോന്ന് ചോദിക്കലില്ല സൂഫിക്ക. നമ്മളൊക്കെ കയ്യിലിട്ട് ഇങ്ങ് എടുക്കുക, 1000 എടുക്ക്, 2000 എടുക്ക്. പെരുന്നാളായാലല്ലേ നമുക്കറിയാം, പെരുന്നാളായാലും സൂഫിക്ക് ഓരോരുത്തരോടും പറയും 1000 എടുക്ക്, 2000 എടുക്ക്. എന്തിനാണ്? പാവപ്പെട്ട കുറേ കുട്ടികൾക്ക് കിറ്റ് കൊടുക്കണം. അത് സൂഫിക്കാൻ്റെ കൈ കൊണ്ടെന്നെ കൊടുക്കണം. അത് പാക്ക് ചെയ്യുന്നതും സൂഫിക്ക് തന്നെ ആവണം. അതിൻ്റെ മുകളിൽ ലാബിൽ ഒട്ടിക്കുന്നതും സൂഫിക്കനാണ്. ഒരു സംഘാടകനാണോ, ഒരു നേതാവാണോ, ഒരു പ്രവർത്തകനാണോ, ഒരു മാർഗദർശിയാണോ, ഒരു എന്താ മോട്ടിവേറ്റർ ആണോ, ആരാണ് സൂഫിക്കാന്ന് ചോദിച്ചാൽ അതിനുത്തരം കൺഫ്യൂസ്ഡ് ആണ്. ഇതൊക്കെയാണ് മൂപ്പര്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തുമാറാവട്ടെ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നഷ്ടം ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിന് വലിയ നഷ്ടമാണ്. പക്ഷേ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ കേട്ടതുപോലെ അതൊരു കുടുംബത്തിൻ്റെ നഷ്ടമല്ല. നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് സൂഫിക്ക ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ പള്ളിയിൽ റമദാൻ 1 മുതൽ 30 വരെ ഇവിടെ ഉണ്ടാവും. നോമ്പ് തുറക്കാൻ ഒരൊറ്റ ദിവസവും സൂഫിക്ക കല്ലാലങ്ങളിൽ പോലില്ല. ഈ പരിസരത്തുള്ള വീട്ടിൽ നിന്ന്, ആരിസാജിൻ്റെയും CP കുഞ്ഞമ്മൻ്റെയും വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കൽ. എവിടെ വന്നാലും ഒരു ചായ ചോദിച്ച് കുടിക്കും. ചിലപ്പോൾ എന്ത് കൊടുത്താലും കഴിയും. അങ്ങനെ നമ്മളെല്ലാവരെയും വീട്ടിലെ ഒരു അതിഥി കൂടിയാണ് സൂഫിക്ക. അങ്ങനെ നേരം പോക്ക് പറഞ്ഞും കളിതമാശകൾ പറഞ്ഞും കാര്യങ്ങൾ പറഞ്ഞും കുട്ടികളെ ഇൽമിനെ പറ്റി പറഞ്ഞും മദ്രസയിലെ വിദ്യാഭ്യാസം എല്ലാം സൂഫിക്ക ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് പറയും. പക്ഷെ പറയുന്നത് ചിലപ്പോൾ നമുക്ക് തിരിഞ്ഞോളുന്നില്ല. ചിലരുടെ വലിപ്പം അങ്ങനെയാണ്, നമുക്ക് തിരിയാൻ കുറേ കാലം എടുക്കും. വിട പറഞ്ഞു പോയപ്പോൾ നമ്മൾ ആ തിരിച്ചറിവ് കുറച്ചുകൂടി നമ്മൾ അനുഭവിക്കുകയാണ്. ആ വിടവ് നമ്മൾ കുറച്ചുകൂടി അനുഭവിക്കുകയാണ്. നമ്മളെല്ലാവരെയും നഷ്ടമാണ്. ഞങ്ങൾക്കൊരു വിളക്കങ്ങ് പോയി, ആ വിളക്കങ്ങ് പോയി. ഞങ്ങൾക്ക് സിനാൻ പോയതുപോലെ സൂഫിക്കയും അങ്ങ് വിളക്കണഞ്ഞു പോയി. ഇനി നമ്മളെത്ര കത്തിച്ചു വെച്ചാലാണ് ആ വിളക്ക് നമുക്ക് കത്തിക്കാൻ കഴിയുക? എത്ര കത്തിച്ചു വെച്ചാലാണ് കത്തിക്കാൻ കഴിയില്ല. അത് അണഞ്ഞുപോയി. ആ അണഞ്ഞ വെളിച്ചത്തിൽ നിന്ന് ചിലതൊക്കെ പകർത്തിയെടുത്ത് ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നമ്മിലൂടെ ആ വെളിച്ചം ചില ആളുകളൊക്കെ കാണും. അവിടെ എങ്ങനെയായി ചെറുതായി അതിങ്ങനെ കെനിഞ്ഞ് കത്തുന്നത് നമ്മിലൂടെ ആളുകൾ അറിയാൻ തുടങ്ങും. അങ്ങനെ ഒരാൾ ജീവിച്ചതുകൊണ്ട് 1000 ആളുകൾ ജീവിക്കുന്നത് പോലെ നന്മയുടെ പക്ഷത്ത്, നേരിൻ്റെ പക്ഷത്ത്, ധർമ്മത്തിൻ്റെ കൂടെ, അനുകമ്പയുടെ ആർദ്രതയുടെ, തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുകമ്പയും ആർദ്രതയും ചേർത്ത് പിടിക്കലും. സുഫിയെ പോലെ പാവങ്ങളെ ചേർത്ത് പിടിച്ച് ആരാ ഉള്ളത് നമ്മളെ കൂട്ടത്തിൽ? നമ്മുടെ നാട്ടിൽ അറിവിൽ ആരെന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും. അവിടെ എന്താ പറയുക, സംഘടനയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ വേറെ ഒന്നും നോക്കാറില്ല. അങ്ങനെ എല്ലാ ആളുകൾക്കും അഭയസ്ഥാനമായി കയറി വരാനും ചോദിക്കാനും അന്വേഷിക്കാനുമുള്ള വലിയ ഒരു തണൽ മരം വിട പറഞ്ഞപ്പോൾ അള്ളാഹുവേ, ഞങ്ങൾ സങ്കടപ്പെട്ടെങ്കിലും മഹാന്മാർ ഞങ്ങളെ പഠിച്ചത് നല്ല ആളുകൾ നിന്നിലേക്ക് നേരത്തെ വരുമെന്നാണ്. 1000 ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നേരത്തെ പറഞ്ഞത് പള്ളികൾ നിറഞ്ഞു കവിഞ്ഞ മയ്യിത്ത് നിസ്കാരം നടക്കുന്നത്, അതിലേറെ മഴ മാറി നിന്ന് നമ്മെ പ്രകൃതി പോലും അനുഗ്രഹിച്ചത്. ഞാൻ ഒരിക്കലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏത് ട്രെയിൻ പിടിച്ചാലും ഞാൻ സുഫിക്കയെ കാണാൻ വരും എന്നെനിക്ക് തോന്നിയിട്ടില്ല. ആദ്യത്തെ ഹജ്ജ് ഫ്ലൈറ്റ് പോകാൻ, ഹജ്ജ് ഫ്ലൈറ്റിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ഫ്ലാഗും അതിൻ്റെ മിനിസ്റ്റേഴ്സിനുള്ള പാസും എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് വീട്ടിൽ നിന്ന് വിളി വരുന്നത്. ഇങ്ങനെ സൂഫിക്കാക്ക് ചില പ്രശ്നങ്ങളുണ്ട്, പെട്ടെന്ന് വരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഒരു ട്രെയിൻ പിടിച്ചാലും എനിക്ക് എന്തായാലും നാട്ടിലെത്താൻ 9 മണിക്കുള്ളിൽ എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയില്ല. ഞാൻ ഈ മിനിസ്റ്റേഴ്സ്, സെൻട്രൽ മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾക്ക് എല്ലാ തർത്തീബുകളും ഞാൻ ഒരാളെ മാത്രം ഏൽപ്പിച്ചിട്ട് അവിടുന്ന് നേരെ ഒന്നും കൽപ്പിക്കാതെ തവക്കുലാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ എനിക്ക് ഞാൻ എത്തുന്നതിൻ്റെ 2 മിനിറ്റ് കഴിഞ്ഞൊരു ട്രെയിൻ എത്തി. ആ ട്രെയിനിൽ വന്നതുകൊണ്ട് മാത്രം പുഞ്ചിരിക്കുന്ന സുഫിക്കയുടെ മുഖം അവസാനമായി എനിക്ക് കാണാൻ കഴിഞ്ഞു. ആ മുഖം തന്നെ ഇനി എല്ലാ കാലവും ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മാസത്തിൻ്റെ പ്രത്യേക ബർക്കത്ത് കൊണ്ട് ഹാജിമാർ പ്രത്യേകിച്ചും സുഫിക്ക വിട പറഞ്ഞ അന്ന് തന്നെ 280 ഹാജിമാർ പോകുന്ന മജ്ലിസിൽ വെച്ച് ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് അടക്കം പ്രിയപ്പെട്ട സുഫിക്കാക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇന്നലെ ബുഖാരിയിൽ 1000 കണക്കിന് മുത്തഅല്ലിമീങ്ങൾക്കിടയിൽ ശൈഖുന കാന്തപുരം ഉസ്താദ്
നിറകണ്ണുകളോട് ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിച്ചത്. പേരോട് ഉസ്താദിൻ്റെ കണ്ഠമിറകിയ പ്രാർത്ഥന ബഹുമാനപ്പെട്ട സുബിക്കാക്ക് ലഭിച്ചത്. ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ പ്രാർത്ഥിച്ചത്. ഖത്തമുൽ ഖുർആൻ കിട്ടിയത്. നമ്മൾ ഖബറിൽ എത്തുന്നതിന് മുമ്പ് ഖത്തമുൽ ഖുർആൻ കിട്ടുക എന്ന് ചില ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. അതുപോലും സുബിക്കാക്ക് ലഭിച്ചത് ഒന്നും നമ്മളെ പവറല്ല, സുബിക്കാൻ്റെ പവർ മാത്രമാണ്. ആ നന്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. അവിടുത്തെ മദദ് കൊണ്ടും അവിടുത്തെ നന്മ കൊണ്ടും നമ്മയും അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. നമ്മിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു വലിയ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറയാൻ അറിയില്ല, കാരണം ഞാൻ ചെറിയ ഒരു സമയത്താണ് സൂപ്പിക്ക സിറാജ് പേപ്പറുമായിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് എന്നോട് പറയും, ഗൾഫിൽ നിന്ന് വന്നിട്ട് പറയും ചേരണം, നിർബന്ധമായിട്ട് സിറാജ് പത്രത്തിൽ ചേരണം. ഞാൻ പറയും വേണ്ട സൂപ്പിക്ക, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പറയും ഇനി താല്പര്യം വേണ്ട, പൈസ എടുക്കുന്നത് സിറാജ് ഞാൻ എവിടെയെങ്കിലും ഇടുന്നു. അത്ര പോലും എന്നെ ഇങ്ങനെ ഞാനും ഇടയ്ക്കിടയ്ക്ക് കലമ്പുകലും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞു. എന്നാലും പിറ്റേന്ന് രാവിലെ എന്നോട് പിന്നെയും പത്രം ഇടാൻ വന്നാൽ പിന്നെയും സ്നേഹിക്കും. അതുകൊണ്ട് സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയ ഒരു വ്യക്തി ഞാൻ. അതുകൊണ്ട് സൂപ്പിക്കാനെ കൂടുതൽ വിവരിക്കാനൊന്നും എനിക്ക് പറ്റൂല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സൂപ്പിക്കാൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, സൂപ്പിഖാൻ്റെ ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ റബ്ബിനെ സ്തുതിക്കുന്നു. ഇവിടെ പലരും പറഞ്ഞ മാതിരി നമുക്കൊക്കെ ഒരു മാതൃകയായിട്ടുള്ള ആളായിരുന്നു. CK സാഹിബ് പറഞ്ഞു സ്നേഹത്തിൻ്റെ വണ്ടി എന്ന്. സൂപ്പിഖാനെ പറ്റി ചെറുപ്പകാല ഓർമ്മകൾ പങ്കുവെക്കുകയാണെങ്കിൽ ഇരിങ്ങണ്ണൂർ മദ്രസയിൽ പഠിക്കുന്ന കാലം 1-ാം ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയാണ്. എന്നും നാട്ടിൽ വരുന്ന സമയത്ത് സൂപ്പിക്ക വരുമ്പോൾ ഒന്നെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ മിഠായി, ഇത് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് സൂപ്പിക്ക വരുമ്പോഴാണ്. മെയിനായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റുമായിട്ട് എപ്പോഴും സ്നേഹത്തോടെ കടന്നു വന്ന സൂപ്പിക്ക. അതുപോലെ ഉപ്പ മരിച്ച സമയത്ത് ഒരു മൂത്തപ്പയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ ഉപദേശങ്ങളും നൽകിയ സൂപ്പിക്ക. എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ തവണ വീട്ടിൽ വന്ന് സന്ദർശിച്ച് എന്നെ മന്ത്രിക്കുകയും എനിക്ക് വേണ്ട ദിക്റുകൾ പറഞ്ഞു തരികയും, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കണ്ണിന് പോളക്കുരു ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഈ പോളക്കുരു വരാതിരിക്കാനുള്ള ബാങ്ക് കൊടുക്കുമ്പോഴുള്ള ചില ദിക്റുകൾ അതൊക്കെ ഞാൻ എന്നും ചൊല്ലുമ്പോൾ സൂപ്പിഖാന ഓർമ്മിക്കുന്ന ചില സംഭവങ്ങളാണ്. അതുപോലെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ സൂപ്പിഖയുടെ നിസ്വാർത്ഥമായ സേവനം കണ്ടും അനുഭവിച്ചും അതിൻ്റെ എല്ലാവിധ പ്രത്യേകതകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ റയീസ് വളരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്നു. കുടുംബത്തോടൊപ്പം എല്ലാവരോടൊപ്പവും നാട്ടുകാരോടൊപ്പവും അതുപോലെ ഈ കുടുംബത്തോടൊപ്പവും ഞാൻ അവരുടെ ഈ സങ്കടത്തിൽ പങ്കുചേരുന്നു. എന്നും ദുആയിൽ സൂപ്പിയെ ഓർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സൂപ്പിഖാനെ കുറിച്ച് എന്ത് പറയണമെന്നറിയില്ല. പക്ഷെ എല്ലാവരും കാണുമ്പോൾ സൂപ്പിഖാക്ക് എല്ലാവരും സ്നേഹമായിരുന്നു. ഒരു സ്നേഹത്തിൻ്റെ ഡെഫിനിഷന് എന്താണെന്ന് കറക്റ്റായിട്ട് ആരും ഇതുവരെ വിവരിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരും അത് വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സൂപ്പിഖാക്ക് സ്നേഹം എന്താണെന്ന് ഈ നാട്ടുകാരോട് പഠിപ്പിച്ചു തന്നൊരു വ്യക്തിത്വമാണ് സൂപ്പിഖ. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗ്ഗത്തോപ്പായി കൊടുക്കട്ടെ. അവരുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു തആല തരട്ടെ. അസ്സലാമു അലൈക്കും. സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. സൂപ്പിഖാന പരിചയപ്പെട്ടത് മുതൽ എവിടെ കണ്ടാലും എന്തെങ്കിലും ദർസിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും പറയാറുള്ളത്. ദർസ് ഇവിടെ തുടങ്ങിയ സമയത്ത് ഇവിടെയുള്ള ദർസിൻ്റെ ഓരോ ദിവസത്തെ ചെലവുകളെപ്പറ്റി ആ സമയത്ത് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂപ്പിഖാൻ്റെ ഖബറിനെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ഉപ്പാനെ പറ്റി ഞാൻ ഈ ഇവിടെ ബേക്കിൽ വെച്ച ബോർഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ പകുതി പോയി. മർഹൂം എന്നുള്ള ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്ത ടെൻഷനായി തുടങ്ങി. അതുകൊണ്ട് ഉപ്പാനെ പറ്റി അധികം ഒന്നും പറയാനൊക്കാവില്ല. ഏട്ടൻ റയീസ്ക്ക് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതാണല്ലോ. CK മുഹമ്മദ് പറഞ്ഞപ്പോൾ അതേ പ്രതീതിയാണ് എനിക്കുണ്ടാവുക. കാരണം ഉപ്പാൻ്റെ മരണശേഷമാണ് ഉപ്പാൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞത് എന്നുള്ള ടെൻഷനുണ്ട്. കാരണം വീട്ടിൽ വന്ന നമ്മളെല്ലാവരും പ്രവാസികളാണ്. പ്രവാസത്തിൽ നമ്മൾ പല ആൾക്കാരും ബന്ധപ്പെടാറുണ്ട്. പക്ഷേ ബഹ്റൈൻ ഒന്നടങ്കം മരണപ്പെട്ട ശേഷം എൻ്റെ വീട്ടിലെത്തി. ബഹ്റൈൻ മൊത്തം എൻ്റെ പെങ്ങളെ ഭർത്താവ് അവിടെയുള്ളത്. ഓരോന്നിലെ വിളിച്ചപ്പോൾ പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും ഖത്തം ഓതലും തഹ്ലീലും അങ്ങനെ തുടങ്ങി എല്ലാ പരിപാടികൾ കൊണ്ടും അവിടെ നിബിഡമാണ്. ഇതായിരുന്നു ഉപ്പ എന്നുള്ള ജീവിതത്തിൽ നമുക്ക് കുറച്ചെങ്കിലും അറിയാൻ സാധിച്ചിട്ടുള്ളൂ. മരണശേഷമായി അറിഞ്ഞു പോയെന്നുള്ള ഒരു ഖേദമുണ്ട്. ജീവിതത്തിലാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, എന്നാലും കൂടുതലായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ. കാരണം പല ആൾക്കാരും നേരത്തെ CK പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞതപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ ചെറുപ്പക്കാരനോട് ഞാൻ പോലും സംസാരിക്കാൻ ഒരു കൈ അകലെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ വന്നിട്ട് ഉപ്പാനെ പറ്റി പറഞ്ഞ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ദർസിൻ്റെ ചിലവിൻ്റെ പൈസ വാങ്ങി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ധരിച്ചുപോയി. അങ്ങനെ ഒരുപാട് ആൾക്കാർ വീട്ടിൽ വന്ന് കച്ചേരി തന്നെ ഒരു തോട്ടോയിലൊരു ചെറുപ്പക്കാരനകത്ത് വന്നിട്ട് അഷ്റഫ് എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ കുറേ സംഗതി പറഞ്ഞു. അവിടെയാണ് സുബൈ ജമാഅത്തിന് പോക്ക്. അങ്ങനെ ആ സുബൈ ജമാഅത്തിന് പോകുന്ന ഉപ്പാനെ എനിക്ക് മറക്കാൻ കഴിയില്ല. അതിൻ്റെ കൂടെ കുറേ സംഗതികൾ വേറെ ഉണ്ട്, പിരിവിൻ്റെ സംഗതികളൊക്കെ. അപ്പം ഇനി സൂപ്പിക്ക പോയല്ലോ, ഇത്രയും പെട്ടെന്ന് പോയും കിടന്നോ എന്ന് പറഞ്ഞറിയില്ല. പക്ഷേ ഇനി എന്ത് ചെയ്യും, ദർസിലേക്ക് സംഗതികളെല്ലാം കൊടുക്കാനുണ്ട്. പക്ഷേ കല്ലറക്കൽ സക്കാഫിൻ്റെ ഒരു പേര് എനിക്കറിയാം, ഓരോടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം മുപ്പറന്നേരം ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബന്ധപ്പെടുത്തി തരാം ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പിരിഞ്ഞു പോയി. കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഇന്ന് വീട്ടിൽ വന്ന കാസർഗോഡുള്ള ഒരുപാട് ടീംസ്, ഒരുപാട് ആൾക്കാർ അവർ പറഞ്ഞത് കേട്ടപ്പോൾ ഇത് ഉപ്പ എന്നെയാണോ എന്നുള്ളൊരു അത്ഭുതം സ്വാഭാവികമായിട്ട് എനിക്കുണ്ട്. ഞാൻ അകത്ത് കാര്യവും പെണ്ണുങ്ങളെല്ലാം പറയും എന്നോട്, ഈ ദ്വാ ഇന്നലെ രാവിലെ തുടങ്ങി സുബൈക്ക് തുടങ്ങിയ യാസീനാണ്. രാത്രി 10:30 മണി വരെ സാധാരണ ഒരു ഫാത്തിയും ഇഖ്ലാസ് മരുന്ന് തീർക്കുന്ന പതിവാണ് കാണൽ. പക്ഷേ രാത്രി 10:30 മണി വരെയും ഒരുപാട് എത്ര യാസീൻ ഓതി എന്നുള്ള കണക്ക് പോലുമില്ല. ആ പുള്ളിക്കാരി എന്നോട് പെണ്ണുങ്ങന്മാർ കുടുംബക്കാരെല്ലാം പറയും, ഇതൊന്നും നിങ്ങളെ പവറല്ല, സൂപ്പിക്ക് ആരാന്നുള്ളത് നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. പെണ്ണുങ്ങന്മാർ അച്ചടക്കത്തിൽ ഉള്ളിൽ ഓല ആദ്യം ബോക്സ് വെക്കാത്തതിൽ പരാതിപ്പെട്ട് ഉള്ളിൽ ബോക്സ് വെച്ച് കൊടുത്തു. കാരണം സംസാരിച്ചു പോകുന്നത് അത്രയ്ക്കും മനസ്സിലാക്കാൻ വൈകിപ്പോയോ എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ മനസ്സിലാക്കാൻ കൂടുതൽ ആളുകൾ കഴിയാൻ സാധിക്കില്ല. പിന്നെയാണ് മനസ്സിലായത് അള്ളാഹു ഉപ്പാൻ്റെ ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ, ഉപ്പാൻ്റെ കൂടെ നാളെ സ്വർഗത്തിൽ പഠിച്ചവനെ നീ ഒരുമിച്ച് കൊടുത്തനെന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണുള്ളത്. ഇന്നലെ നിസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ആ പള്ളിയിൽ കണ്ട ജനങ്ങളെയും ഖബർസ്ഥാനിൽ കണ്ട ജനങ്ങളെയും എല്ലാം കണ്ടപ്പോൾ ഉപ്പാൻ്റെ കൂടെ തന്നെ അങ്ങ് പോയാലോ എന്ന് ആലോചിച്ചു പോകും. അത്രയും നമുക്ക് ആ ആളെ കിട്ടാൻ വലിയ പ്രയാസമാണ്, പ്രാർത്ഥന കിട്ടാൻ പ്രയാസമാണ്. പേരോട് സാർ നേരിട്ടിട്ടൊരു മെസ്സേജ് അയച്ചു. പേരോട് സാർ വിരുമ്പുന്ന പബ്ലിക് മെസ്സേജ് അല്ല, പേഴ്സണൽ അയച്ചൊരു മെസ്സേജ് ഉണ്ട്. അതിൽ കരഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ആ പണ്ഡിതന്മാരും അവരെല്ലാം ഉപ്പാനെ സ്നേഹിക്കണമെങ്കിൽ ആ ഉപ്പാൻ്റെ എന്താണ് പ്രവർത്തനം ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട്. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂപ്പിനെ കേൾക്കാൻ കൊണ്ട് പറയാന്ന് വെച്ചാൽ ഞാൻ കോയമ്പത്തൂരിൽ നിന്നല്ല മെഞ്ഞാന്ന് വന്നതാണ്. ആ സമയം സൂപ്പിക്ക് മരിക്കുന്ന സമയത്ത് ഒരു 5 മണിക്ക് അല്ല, ആ സമയത്ത് ഇത്ര 1:30 മണിക്കല്ല മരിച്ച സൂപ്പിക്ക. ആ സമയത്തിൻ്റെ കുറച്ച് മുന്നേ ഞാൻ ട്രെയിനിൽ പിന്നെ ഇവിടെ നാട്ടിലേക്ക് എത്തിയത്. അത് തൂപ്പിക്കാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും പഠിച്ച ആ സമയത്തേക്ക് എന്നെ പിന്നെ ആ സമയത്തേക്ക് എന്നെ എത്തിച്ചത്. അല്ലാണ്ട് ഞാൻ പിറ്റേ ദിവസമായിരുന്നു വരേണ്ടത്. പഠിച്ച സമയം ആ സമയത്ത് തന്നെ അള്ളാഹു താല എന്നെ ഇവിടെ എത്തിച്ചത് അതുകൊണ്ടായിരിക്കും. അള്ളാഹു താല തൂപ്പിക്കാൻ്റെ കബർ ജീവിതം അള്ളാഹു താല കൊടുക്കുമാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരും അതുപോലെ നാട്ടുകാർ, സൂഫിഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ സ്ഥാപനം തുടങ്ങി 1 വർഷം കഴിഞ്ഞ് സിറാജുൽ ഹുദൻ്റെ ഓഫ് ക്യാമ്പസ് ആയിട്ട് ആദ്യത്തെ ബാച്ച് നമ്മളാണ് ഇവിടെ എത്തി. ഒരുപാട് സങ്കടങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഈ സ്ഥാപനത്തിലെത്തി. അന്നും ഇതുപോലെ
പള്ളിയുടെ മുകളിൽ വെച്ച് സൂഫിക്ക, സി.കെ. മുഹമ്മദ് ക അവരൊക്കെ ഉണ്ടായിരുന്നു. അന്നും അവരൊക്കെ സംസാരിച്ചിരുന്നു പലതും. അതിനുശേഷവും നമ്മുടെ സൂഫിക്ക ദിവസവും വന്നിട്ട് നമ്മളോട് ഭയങ്കര തമാശയായിരുന്നു. നമ്മൾ എന്ത് കളിച്ചാൽ നമുക്കറിയാം, ഒന്നാം ദിവസത്തിന്റെ സമയത്തൊക്കെ ഉസ്താദന്മാരുണ്ടെങ്കിൽ പോലും ചില തമാശകളൊക്കെ നമ്മളിങ്ങനെ കളിക്കും. ആ സമയത്ത് സൂഫിക്ക അതൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടാവും, നമ്മളെ കളികളൊക്കെ. ആ സമയത്തൊന്നും പറയുന്നില്ല. സൂഫിക്ക നമ്മളെ പോലെ തന്നെ ഇശാ നിസ്കരിച്ച് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇത്രയൊക്കെ ഒന്ന് നിസ്കരിക്കും. പക്ഷെ സൂഫിക്ക എന്നാലും എല്ലാം നിസ്കരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ചിലപ്പോൾ നമ്മളെല്ലാവരും അടുത്തേക്ക് പോയി ചെന്നാല് സൂഫിക്ക ഒരു തമാശയിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഭാഗത്ത് നിന്ന് പള്ളിയിൽ നിന്ന് വരാൻ പറ്റാത്ത എന്തെങ്കിലും വന്നിട്ടുണ്ട്. സൂഫിക്ക തമാശ കൂടെ കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തിത്വമായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതം നമ്മൾ കാണേണ്ടതാണ്. ഞാൻ മെന്നാന്ന് +1 കുട്ടിക്ക് അവിടെ ഒരു ഖുർആൻ ഓതുന്ന സമയത്ത് ഞാൻ നമ്മളെ ഹാജിക്ക അല്ലാഹുതആല ദീർഘായുസ്സാഫിയത്ത് ഹാജിഖാനെ കുറിച്ച് ഞാൻ പറഞ്ഞ നമ്മളൊക്കെ ഒരുപാട് ആൾക്കാരെ മുമ്പിൽ വെച്ച് അഭിനയിക്കുകയാണ് ശരിക്കും. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഓതുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവർക്ക് ഹാജിഖാനെ പറ്റി ഞാൻ പറഞ്ഞിട്ട്, ഹാജിക്ക കുട്ടികൾ നിങ്ങൾ അവരൊക്കെ നോക്കണം കേട്ടോ, അതേ ഒരു പ്രതീകമായിരുന്നു. നിങ്ങൾ സൂഫിക്കാനൊന്നും കണ്ടിട്ടില്ല. അതേ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഹാജിക്ക. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ. അതുപോലെ തന്നെ സൂഫിക്ക അവരുടെ ദറജ ഉയർത്തട്ടെ. ഹാജിക്ക എന്തായിരുന്നു, അവരെ പോലെയായിരുന്നു. പള്ളിയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക, ഓതുക, കുട്ടികളായിട്ട് സംസാരിക്കുക, സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുക. നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇതുവരെ ചെയ്ത എല്ലാവിധ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാട്ടെ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുമാറട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, കാരണവർമാർ, മുത്തഅല്ലിമീങ്ങൾ, ഏട്ടൻ മുഹമ്മദ് പറഞ്ഞ പോലെ മർഹൂം കല്ലാലങ്ങൽ സൂഫി ഹാജി എന്ന് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മക്കൾക്കും ഉണ്ടാകുന്ന പോലെയുള്ള മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വിഷമം. കാരണം ഞങ്ങളെ തണൽ നഷ്ടപ്പെട്ടു, ഉപ്പ എന്നുള്ള തണൽ നഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾക്ക് ഉപ്പ കാണിച്ചു തന്ന ഒരു മാതൃക, ഉപ്പാൻ്റെ സഹോദരന്മാർ, അത് എപ്പോഴും ഞങ്ങൾക്ക് മാതൃകയായിട്ട് ഉപ്പ കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. അത് പറയാൻ കഴിയാത്തത് സങ്കടം ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഞാനിന്ന് സി.കെ. മുഹമ്മദ് ഖാനോട് ദുആക്ക് കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ, ഞാനും ഏട്ടന്മാരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ മുഹമ്മദ് ഖാനോട് പറഞ്ഞിരിക്കണം, ഇവർ തമ്മിലുള്ള സ്നേഹം, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം, ഉപ്പാൻ്റെ ബോധമില്ലാത്ത സമയത്ത് ഉപ്പ ഇങ്ങനെ കിടക്കുമ്പോൾ അബൂബക്കർക്ക് വന്നിട്ട്, ഉപ്പാൻ്റെ ഏട്ടനാണ്, ഉപ്പാൻ്റെ അനിയനാണ് അബൂബക്കർക്ക. പക്ഷെ അനിയനാണെങ്കിലും ഉപ്പയെ സൂപ്പി എന്നാണ് അബൂബക്കർക്ക് വിളിക്കുക. സൂപ്പി എന്നൊരു വിളിച്ചാൽ ഉപ്പ എത്ര ബോധമില്ലെങ്കിലും ആ അല്ലെങ്കിൽ എന്താ എന്നുള്ളൊരു മറുപടി എൻ്റെ ഉപ്പ കൊടുക്കലുണ്ട്. ഇപ്പം ലാസ്റ്റ് സ്ട്രോക്ക് വന്നിട്ട് പിന്നെ ഉപ്പ ഹോസ്പിറ്റലിൽ ഒരാഴ്ചയോളം ഏകദേശം കിടന്നു. കയ്യും കാലും തളർന്ന് ആ രൂപത്തിൽ തീരെ, ഉപ്പാൻ്റെ ആദ്യത്തെ അസുഖം ഒരു ബ്രെയിൻ വന്ന അസുഖമായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ എത്തുമ്പോൾ ഞാനും പെങ്ങളുമാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി. ഷിഹാബുദ്ദീൻ ഡോക്ടർ എത്തുന്നതിന് മുമ്പേ അവിടെയുള്ള കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർ കണ്ട് സംസാരിച്ച് ഡോക്ടർ പറഞ്ഞു, നമുക്ക് MRI എടുത്ത് നോക്കിയാൽ ഇത് തിരിയൂ, 4.5 മണിക്കൂർ കഴിഞ്ഞു പോയ സ്ഥിതിക്ക് നമുക്കിത് ഇഞ്ചക്ഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആദ്യം എന്നോട് ചോദിച്ചു, എത്ര മണിക്ക് നിങ്ങളിത് കണ്ടതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോയി തിരിച്ചു വന്ന് ഏകദേശം ഒരു 5:30 മണിക്ക് ഞാൻ ഉപ്പാൻ്റെ അടുത്ത് പോയി.
ഉപ്പാനോട് ഞാൻ സംസാരിക്കാറുണ്ട്, സാധാരണ പോയി സംസാരിക്കാറുണ്ട്. കാരണം ഉറക്ക് ചില സമയങ്ങളിലൊന്നും ഉപ്പ ഉറങ്ങാറില്ല. അപ്പം ഞാൻ പോയി സംസാരിച്ചു ഉപ്പാനോട്, എന്തെല്ലാം വിശേഷം എന്ന് ചോദിച്ച്. ഉപ്പാനോട് ചിഞ്ഞെടുന്ന വരുന്നത്. ഞാൻ പറഞ്ഞ പള്ളിയിൽ പോയിട്ട് വന്നോ, നേരം വെളുത്തോ, സുബഹി കളയോ എന്ന് വെച്ചു. അപ്പോൾ വർത്തമാനത്തിൽ ഉപ്പാക്ക് കുഞ്ഞു പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അന്നത്തെ അവസ്ഥയാണ് പറയുന്നത്. ഉപ്പാൻ്റെ സ്ട്രോക്ക് വന്ന സമയത്ത് അപ്പം ഞാൻ പറഞ്ഞു സമയം ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ് കളായിക്കില്ല, ഉപ്പാക്ക് നിസ്കരിക്കാം എന്നുള്ള രൂപത്തിൽ മറുപടി പറഞ്ഞു. അപ്പോൾ വർത്തമാനം ക്ലിയർ ഇല്ല. ഞാൻ അന്നേരം തന്നെ ഉമ്മാനോട് പോയി പറഞ്ഞു 5:30 മണിക്ക് ഉപ്പാൻ്റെ വർത്തമാനത്തിൽ എന്തോ ഒരു അതുക്കേടുണ്ട് വർത്തമാനത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞ് സാധാരണ ഷുഗർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളത് സമാധാനപ്പെട്ടു. കാരണം ഉപ്പ് ഓൾറെഡി കിടപ്പിലായ രോഗിയായതുകൊണ്ട് നമുക്ക് എന്താ അവസ്ഥ എന്നറിയില്ല. പിന്നെ അങ്ങനെ ഉമ്മാനോട് പറഞ്ഞു. അങ്ങനെ 9 മണിക്ക് ഞാൻ കടയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങളെ മോളും ഉമ്മയും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് സംഗതി പറയാണ്, ഉപ്പാൻ്റെ അവസ്ഥ പറയാണ്. അങ്ങനെ പെങ്ങളെ മോളും ഉമ്മയും മാത്രമാണ് സാധാരണ ഭക്ഷണം കൊടുക്കാനും ഉപ്പാക്ക് ആവശ്യമുള്ളൂ. ശരിക്കും ഒരാൾ ചാരിയിരിക്കാനും ഒരാൾ വയൽ വെച്ച് കൊടുക്കാനേ വേണ്ടുള്ളൂ. അപ്പോൾ പെങ്ങളെ മോൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉപ്പാപ്പാക്ക് കൈയെല്ലാം ആടിപ്പോയ പോലെ ഉണ്ട്, വലത്തെ കൈ തണുത്ത് കണ്ട്, നമുക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയെടുത്ത് തന്നെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കൈയൊക്കെ വലത്തെ കൈ ആടിപ്പോയിക്ക്. പിന്നെ കണ്ണ് ഇങ്ങനെ മേലോട്ട് മലർന്നു പോയിട്ട് അങ്ങനെ സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഏകദേശം അന്ന്, കാരണം 5:30 മണിക്ക് ഞാൻ കണ്ട ആ രൂപം മനസ്സിലുള്ളത് കൊണ്ട് ഏകദേശം എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ പണ്ടതിട്ട് തന്നെ മൈമിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഉപ്പാക്കൊരു സ്ട്രോക്ക് പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുമാരൻ ഡോക്ടർ ഉണ്ണീര് വിളിച്ച് സംഗതി പറഞ്ഞു. മോനെ സംഭവം ഇത് സ്ട്രോക്ക് തന്നെയാണ്, അരി എന്താക്കണ്ട ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു, ബോധ്യപ്പെട്ടു. നേരെ ഇക്രയിലേക്ക് നമ്മൾ കൊണ്ടുപോയി. അവിടെ എത്തി ഡോക്ടർ പറഞ്ഞ് സമയം കഴിഞ്ഞു പോയത് കൊണ്ട് ഇനി നമുക്ക് ഇഞ്ചക്ഷൻ നടക്കില്ല, നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കുറച്ച് MRI എടുത്തിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ MRI എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ഏട്ടനൊക്കെ എത്തി. പിന്നെ കൊണ്ടുപോയപ്പോൾ MRIൻ്റെ ഉള്ളിൽ എന്നെയും കയറ്റി ഉപ്പാനെയും കയറ്റി ബാക്കി ഫുൾ ക്ലോസ് ചെയ്താണ്. അതിൻ്റെ ഉള്ളിൽ ഒരാൾ നിൽപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് MRIൻ്റെ ഉള്ളിൽ കയറുന്നത്. ഭയങ്കര സൗണ്ടാണ്, ഒരു ശരിക്കും പേടിപ്പിക്കുന്ന സൗണ്ട്. അങ്ങനെ ഇത് പിന്നെ എടുക്കാൻ ഉപ്പ സമ്മതിച്ചില്ല, തല അനക്കുന്നതുകൊണ്ട് MRI എടുക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവിടെ നിന്ന് റിട്ടേൺ ആക്കി. ഞാനും ഏട്ടനാ കൂടെ ഉണ്ടായിരുന്നു. നേരെ CT സ്കാനിന് പിന്നെയും ഞാൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കയറി CT സ്കാനിലെടുത്തു. എന്നിട്ടൊരു 3-4 പ്രാവശ്യം ശ്രമിച്ചിട്ടാണ് CT സ്കാൻ എടുത്തത്. അപ്പോഴത്തേക്ക് ഷിയാബുദ്ദീൻ ഡോക്ടർ വന്നു പറഞ്ഞു. പക്ഷേ ഷിയാബുദ്ദീൻ അതിനു മുമ്പേ തന്നെ ഉപ്പാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് സ്ട്രോക്ക് തന്നെയാണ്, വേറൊന്നും നിങ്ങൾ നോക്കേണ്ടിയില്ല. അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി. ഞാൻ അതിലേക്കാണ് വിഷയം വരുന്നത്. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ പിന്നെ ആംബുലൻസിൽ ഉപ്പയും പിന്നെ പെങ്ങളും മരുവനും കൂടെ വന്നു. ഉമ്മയും മമ്മിയൊക്കെ വേക്കിൽ വണ്ടിയിലാണ് വരുന്നത്. അപ്പോൾ വന്ന സമയത്ത് പിന്നെ ഉപ്പാൻ്റെ അവസ്ഥ വളരെ എന്താ പറയുക, തീരെ ബോധമില്ലാത്ത അവസ്ഥയാണ്. ഒരു ബോധമില്ല എന്ന് പറഞ്ഞാൽ ഒരു ബോധവുമില്ല. നമ്മൾ പിന്നെ ആംബുലൻസിലുള്ള ആളും നമ്മളൊക്കെ കൂടി ഉപ്പാനെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. അപ്പോൾ ഇച്ചാച്ചാനെ അതോ ഉപ്പാൻ്റെ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഉപ്പ എത്തിയിട്ടുണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചാച്ച ഓടിക്കഴിച്ച് വന്നു. കാലിന് സുഖമില്ലാണ്ട് വളരെ കവച്ച് വെച്ച് വന്നു. ഉപ്പാക്കൊരു ബോധവുമില്ല. ഇച്ചാച്ച വന്നിട്ട് എൻ്റെ സൂപ്പി എന്ന് പറഞ്ഞിട്ടൊരു വിളിച്ചപ്പോൾ ഒരു വർത്തമാനം പോലും പറയാത്ത ഉപ്പ എന്തെല്ലാം ഇച്ചാച്ചെന്നൊരു ചോദ്യം, അതൊരു സങ്കടപ്പെടുത്തുന്ന ചോദ്യം. ഉപ്പ പോയെങ്കിലും ഞങ്ങൾക്ക് തണല്, ഉപ്പ കാണിച്ചു തന്ന തണലുകൾ ഇവിടെ ഉണ്ട്. ഞാനിത് മുഹമ്മദ് ഖാനോട് പറഞ്ഞത്. ദ്വാ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഖാനോട് സീഖാനോട് പറഞ്ഞു, ഉപ്പ ഇവരെ ഭയങ്കരമായിട്ട് മഹബത്ത് വെച്ചത് കൊണ്ട് ഉപ്പാനെ മരിച്ചതിന് ശേഷം കിട്ടുന്ന ഖുർആനും തഹ്ലീലും അതുപോലെ സഹോദരന്മാരെ നാവെന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് നാവെന്ന് ഇഖ്ലാസോടുകൂടെയുള്ള ഖുർആനും തഹ്ലീലും ഒക്കെ കിട്ടുമെന്ന് ഉപ്പ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഉപ്പ ഇവരെക്കാളൊക്കെ മുന്നേ പോയതൊക്കെ. ഒരുപാട് സംഗതികൾ ഉപ്പാനെ പറയാനുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഉപ്പാൻ്റെ ദർജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ എന്ന് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളൊക്കെയും അല്ലാഹു സലാമത്താക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നമ്മളുമായി സഹകരിച്ച് ഇന്ന് വീട്ടിൽ വന്ന് എത്രയോ ദിവസങ്ങൾ സഹകരിച്ച പെണ്ണുങ്ങന്മാരുണ്ട്, ആണുങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു ഇരുലോകവും വിജയത്തിലാക്കി കൊടുക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥന നടത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ്. അഹബ്ബുൽ അമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലൽ മുസ്ലിം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതാണ് സൂപ്പിക്ക മരണപ്പെട്ടതിന് ശേഷം നാം സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചതും അതുപോലെ ഇവിടെയുള്ള അനുഭവങ്ങളിലൂടെ കേൾക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മർക്കസുൽ ഹുദയിൽ വന്നത് മുതലേ ഇവിടെയുള്ള എല്ലാ പരിപാടിയിലും, ചെറിയ പരിപാടിയിലും വലിയ പരിപാടിയിലുമെല്ലാം കല്ലാലുങ്കൽ സൂഫിഹാരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നത് കാണാൻ സാധിക്കാറുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു മജ്ലിസ് നമ്മൾ പലരുടെയും അനുസ്മരണം നടത്താറുണ്ടെങ്കിലും അത് പലപ്പോഴും നമ്മുടെ ബുർദയുടെ കൂടെയോ മറ്റു മജ്ലിസിന്റെ കൂടെയാണ്. ഇത്തരം ഒരു മജ്ലിസ് സെപ്പറേറ്റായി സൂഫിക്കാക്ക് വേണ്ടി ഈ ഒരു സമയത്ത് സംഘടിപ്പിച്ചത് അത് സൂഫിക്ക ഈ സ്ഥാപനത്തോടും ഈ പ്രസ്ഥാനത്തിനോടും കാണിച്ച അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടുള്ള ഒരു കടപ്പാടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും കബൂൽ ചെയ്യുമാറാവട്ടെ. മനുഷ്യ സഹജമായി സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മയും അവരെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സൂപ്പിക്ക. ബാറയിൽ നിന്ന് നല്ല ബന്ധമായിരുന്നു. അവർ ജോലി സ്ഥലത്ത് പോകാറുണ്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും വല്ലാണ്ട് മെനക്കെട്ട ആളായിരുന്നു. അവരുടെ പരലോക ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലേക്ക് കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും. അഷ്റഫ് സൂപ്പിക്കാനെ നിങ്ങളോട് ഞാനൊരു അനുസ്മരണം നടത്തുന്നത് ഒരു ഔചിത്യമല്ലെന്ന് എനിക്കറിയാം. നമ്മളിങ്ങനെ വെറുതെ ഒരു അനുശോചനത്തിൽ പറയുന്നതല്ല. സത്യത്തിൽ നമ്മളെ വളരെ ത്യാഗപൂർണമായി അദ്ദേഹത്തിൻ്റെ നല്ല സമയത്ത് നല്ല നിലക്ക് പത്രപ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും എപ്പോഴും എന്നെപ്പോലെ എന്നെ ഏകദേശ ദിവസവും വിളിക്കും. അതുപോലെ നിങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ടാവും. അതുപോലെ അദ്ദേഹത്തിന് പിന്നീട് കാലിന് അസുഖം വന്നപ്പോൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടും പത്രമായിട്ട് വന്നിട്ട് ഓണടിച്ചിട്ട് പത്രം എടുത്തു എന്ന് പറയും. അത്രത്തോളം നമ്മളെ സംഘടനയെയും സമുദായത്തെയും സ്നേഹിച്ചു. എവിടെ കണ്ടാലും ചിരിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും സംഘടനാപരമായി എല്ലാം ചോദിക്കും, ഉപദേശിക്കുകയും ചെയ്യും. മകനെ പോലെ എന്താണ് ഇങ്ങനെ ആടെ കാണാത്ത പരിപാടി കാണാത്തല്ലേ, വാലിന് കണ്ടിക്കില്ലേ ചോദിക്കൂ. എല്ലാം മെമ്മറി പവർ വെച്ചിട്ട് ചെയ്യുന്ന സൂഫിക്കയുടെ വിയോഗം നമ്മുടെ സമുദായത്തിനും നമ്മുടെ ഈ സംഘടനക്കും, പ്രത്യേകിച്ച് മർക്കസുൽ ഹുദ, ഈ മർക്കസുൽ ഹുദയുടെ നമ്മളെ പിരിവൊക്കെ നമ്മൾ ഒരുപക്ഷെ നമ്മളെ സംഘടനാപരമായി ബന്ധമുള്ള ആളുകളായിരിക്കും കൂടുതൽ എടുക്കുക. പക്ഷേ സൂപ്പിക്ക് എടുക്കുന്ന പിരിവുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം നമ്മുടെ സംഘടനാ കുടുംബമല്ലാത്ത ആളുകളിൽ നിന്ന് പോലും വാങ്ങുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും പിന്നെ കൊടുക്കുന്ന ആളെ തോഫീക്കും വാങ്ങുന്ന ആളെ ഒരു ഇതൊക്കെയാണ്. അതിലൊക്കെ സൂഫിക്ക പോലെ ഒരാളെ ഇനി ഉണ്ടാവുമെന്ന് പോലും ഞാൻ സംശയിച്ചു പോകുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും വറഹ്മത്തുള്ളാഹി. സൂഫിക്കാനെ പറ്റി പ്രത്യേകിച്ചിട്ട് പറയണമെന്നില്ല. സൂഫിക്ക എല്ലാമാണ്. എല്ലാ വിഷയത്തിലും മാർഗദർശിയാണ് സൂഫിക്ക. എന്ത് വിഷയമാണെങ്കിലും, ആത്മീയമായാലും വേറെ എന്ത് വിഷയത്തിലും മാർഗദർശിയാണ് സൂഫിക്ക. ശരിക്ക് ഒരു പ്രദേശത്ത് കറണ്ട് സപ്ലൈ ചെയ്യുന്നത് ട്രാൻസ്ഫോമറാണ്. ആ ട്രാൻസ്ഫോമർ അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് എവിടെയും കറണ്ട് ഉണ്ടാവില്ല. അതേ അവസ്ഥയാണ് ഇപ്പം നമ്മളുള്ളത്. ശരിക്കും നമ്മളെ ട്രാൻസ്ഫോമറാണ് സൂഫിക്ക നമ്മളോട് വിട പറയലോടും കൂടിയിട്ട് നമ്മളെ പ്രദേശത്തിൻ്റെ, നമ്മളെ ഇരിങ്ങണ്ണൂർ, വടവന്തേരി, പനാടത്തായ ഭാഗത്തിൻ്റെ വെളിച്ചം കെട്ടു എന്ന് തന്നെ പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതുപോലുള്ള മാർഗദർശികൾ ഇനിയും അല്ലാഹു തആല നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൂഫിക്കാൻ്റെ കബറിടം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. അവരെ നമ്മളോടും കൂടി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷം പങ്കിടാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ വാക്ക് എന്തുകൊണ്ട് ഇടർന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് സൂഫിക്കാനെ നേരിട്ട്
പരിചയപ്പെടുകയൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നാലും പോയി സന്ദർശിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഒറ്റൊരു സംഭവം, ഇന്നലെ മയ്യത്ത് നിസ്കാരത്തിൽ ഇപ്പോൾ ആരും പറഞ്ഞ കൂട്ടത്തിൽ സ്പർശിച്ചു പോവാത്ത ഒന്നായതുകൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങളുടെയൊക്കെ സീനിയറായ ഒരു ഉസ്താദ് ഇവിടെ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. ആ ഉസ്താദിന് ഇന്നലെ കൊണ്ടോട്ടിയുള്ള ആളാണ്. ഇവിടെ മയ്യത്ത് നിസ്കാരത്തിന് കണ്ടു. അപ്പോൾ പൊതുവെ മൂപ്പര് ഞാൻ വേറൊരു പരിപാടിക്ക് കണ്ടപ്പം ഒരു ക്ലാസ് അടുത്ത സ്ഥലമായതുകൊണ്ട് അവിടെ വന്നു എന്നൊക്കെ വെറുതെ തമാശക്ക് ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഇന്നലെ മയ്യത്ത് നിസ്കാരത്തിന് വന്നപ്പോൾ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് പോന്ന പോക്കിൽ കാര്യമൊന്നുമല്ല, ഇതിനായിട്ട് ഞാൻ എന്താക്കിയതാണ്, വീട്ടിൽ നിന്ന് വന്നതാണ്, തിരിച്ചു മൂപ്പര റെയിൽവേയിൽ വിട്ടുകൊടുത്തതാണ്. അപ്പം അത് കേട്ട് പോന്ന് പിന്നെയാണ് അറിഞ്ഞത്, ആ കൊണ്ടോട്ടിയുള്ള ആ ഉസ്താദിന് സിറാജ് ഹുദയിലേക്ക് അഡ്മിഷൻ ആ സമയത്ത് ശരിക്കും ഈ മേഖലയിൽ പഠിക്കാൻ സൂപ്പിക്കാൻ്റെ ഒരു റെക്കമെൻഡിലോ മറ്റോ ആണ് ആ കുട്ടി കയറിയതും സ്ഥാപനത്തിൽ പഠിച്ചതും. ഇപ്പം കോടമ്പുഴ മുദരിസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത ഒരാൾ, എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ഇത്ര നേരം ഞാൻ സൂപ്പിക്കാന് പഠിക്കുകയായിരുന്നു. ശരിക്കും മുതല്ലിമിങ്ങൾ ആയ നമ്മളൊക്കെ 8-9 കാലം സമുദായത്തിൻ്റെ ഭക്ഷണം കഴിച്ച് ഇതുപോലത്തെ ആളുകൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കഴിച്ച് ആസ്വദിച്ച് അനുഭവിച്ച് ലാസ്റ്റ് നമ്മളെയും അവരെയും നമുക്ക് വേണ്ടി അധ്വാനിച്ച അവരെ അധ്വാന ഫലം നുണഞ്ഞ് ജീവിച്ച് നമ്മളും തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളവസ്ത്രം ഇട്ട് ആളുകൾക്കിടയിൽ ഒരു വേഷം കെട്ടി അത്ര ഇബാദത്ത് നമുക്കില്ല. അവർ ചെയ്തത്ര ആയുസ് കാലത്ത് ഒരുപക്ഷെ നമുക്കൊക്കെ സൂപ്പിക്കാക്ക് 32 മണിക്കൂർ, നമുക്ക് 24, അങ്ങനെയൊന്നുമില്ല. ഒരേ സമയം നമുക്കൊക്കെ കിട്ടിയിട്ട് അവരെ കുടുംബകാര്യങ്ങൾ അതിമനോഹരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മക്കളെ പോറ്റിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ അതെന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ കവിഞ്ഞ് ഈ ബിൽഡിങ്, ഈ സ്ഥാപനം, ഈ സ്നേഹം, ഇതൊക്കെ അവർ ബാക്കി വെച്ച് പോകുമ്പോൾ ഇപ്പോൾ വിളിക്കുന്ന ഓരോരുത്തർക്കും ശരിക്കും അക്ഷരാർത്ഥത്തിൽ വിളിക്കുന്ന പലരും വരാത്തത് പറയാനില്ലാഞ്ഞിട്ടല്ല, മറിച്ച് പറയാനുള്ളൊരു താക്കത്ത് കിട്ടാത്തത് കൊണ്ടാണ്. ശരിക്കും അത്രയൊന്നും അനുഭവം ഇല്ലായിട്ട് പോലും എന്നോട് പോലും ഞാൻ തന്നെ ഇങ്ങനെ സ്വന്തത്തിലും ചോദിക്കും, എന്തിനാ കരയുന്നത്? ഞാൻ എന്നോട് തന്നെ, കാരണം എനിക്ക് അത്രയൊന്നും അനുഭവം ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതൊക്കെ ഒരു മനുഷ്യനെ പറ്റിയാണല്ലോ. നമുക്കിടയിൽ ഇങ്ങനെ ജീവിച്ചു പോയ ഒരാൾ ഇത്ര മനോഹരമായിട്ട് ജീവിതം സംവിധാനിച്ച് ബാക്കി പോകുന്ന സമയത്ത് എന്നാലും അതിസമ്പന്നനായ ഒരു കോടീശ്വരനാണോ? അതല്ല. ഇനി വേറെന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ ഉണ്ടോ? അതുമില്ല. ഭയങ്കര പ്രഭാഷണ മികവുള്ള ആളാണോ? അതുമല്ല. ഒരു എഴുത്തുകാരൻ. അങ്ങനെ നമ്മൾ ആളെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഏത് മാപിനി വെച്ചാലും അതിലൊന്നും നമ്മളുടെ സൂപ്പിക്കയില്ല. എന്നാൽ പോലും അവർക്കൊന്നും കഴിയാത്തൊരു വലിയൊരു സ്നേഹ പരിസരം നമുക്ക് മുന്നിൽ തുറന്നു വെച്ച അവരുടെ ജീവിതം കൊണ്ട് അല്ലാഹു തആല നമ്മളെയൊക്കെ നന്നാക്കട്ടെ. കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന, നമ്മളെ നവീകരിക്കാനുള്ള ഒരു സദസ്സായി ഇത് മാറണം. പ്രത്യേകിച്ച് മുതല്ലിമീങ്ങളായ നമ്മളൊക്കെ അതിൽ നിന്ന് അവരെ പോലെ കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ശ്രമം നമ്മളെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. നാളെ പടച്ചവൻ്റെ മുന്നിലെത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെച്ച് നോക്കും നമ്മളെയൊക്കെ നിർത്തിപ്പൊരിക്കും, നമ്മളെ നാടൻ ഭാഷയെ പറഞ്ഞാൽ. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. ഇതുപോലത്തെ തണലുകൾ, പകരക്കാർ ഇനി എത്രയാൾ കൂടിയാലാണോ ഒരു സൂപ്പിക്ക് നാട്ടിലുണ്ടാവുക, അത്രയാളുകൾ നമ്മൾ ആരൊക്കെയാണോ കൂടേണ്ടതെന്ന് ഓരോരുത്തരും സ്വയം ചോദിച്ച് ഈ മേഖലയിൽ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഫസൽ ഉസ്താദ് ഒരിക്കലും പറഞ്ഞ ഓർമ്മയുണ്ട്, സൂപ്പിക്കാക്കെങ്ങാൻ പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് ഇങ്ങനെ ബാക്കിയാവില്ലായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ നമ്മളൊക്കെ കൂടുതൽ ആ വിടവുകൾ നികത്താൻ നമ്മൾ കഴിയില്ലെങ്കിലും പരമാവധി ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് അല്ലാഹു തആല നമ്മളെയൊക്കെ ഖൈറിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.